ഹലോ മക്കളെ, നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ അവസാന ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തീർന്നു വരികയാണ്. ഇനി മിക്കവാറും 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമ്മുടെ ഈ ടോപ്പിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഹൈഡ്രോളിസിസിനെ കുറിച്ച്, pH-നെ കുറിച്ച്. pH ആണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പോൾ വാട്ടറിൻ്റെ മറ്റുള്ള ആസിഡിനും ബേസിൻ്റെയും ഹൈഡ്രോളിസിസ്, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് മിക്സ്ചർ വന്നാൽ എങ്ങനെയാണ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആയാൽ എങ്ങനെയാണ്, പല സോൾട്ടുകളുടെ ഹൈഡ്രോളിസിസ് പഠിച്ചു, ആസിഡുകളുടെ ഹൈഡ്രോളിസിസ് പഠിച്ചു, ബേസിൻ്റെ ഹൈഡ്രോളിസിസ് പഠിച്ചു. ഇനി നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിലാണ്. ശരിക്കും സോലുബിലിറ്റി പ്രോഡക്റ്റ് നമ്മൾ ആർക്കാ പറയുന്നത്? നമ്മൾ ഇത്രയും നാളും pH ഒക്കെ പറഞ്ഞപ്പോൾ ആസിഡിൻ്റെ pH പറഞ്ഞു, സ്ട്രോങ് ആസിഡിൻ്റെ pH, സ്ട്രോങ് ബേസിൻ്റെ pH, വീക്ക് ആസിഡ് pH, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്, സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് വീക്ക് ബേസ്, ഇതിൻ്റെ എല്ലാം pH നമ്മൾ പറഞ്ഞു. ഇനി ഈ സോലുബിലിറ്റി ആർക്കാണ് പറയുന്നത്? സ്പെയറിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. സ്പെയറിംഗ്ലി സോലുബിൾ എന്ന് പറയുമ്പോൾ എന്താ? വളരെ കുറച്ച് മാത്രം, അതായത് എക്സ്ട്രീംലി വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ് നമ്മൾ ആരെക്കുറിച്ച് പറയുന്നത്? സോലുബിലിറ്റി പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. ദാറ്റ് മീൻസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ കേസിൽ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയാറില്ല. സോലുബിലിറ്റി പ്രോഡക്റ്റിന് യാതൊരു പ്രസക്തിയും ഇല്ല. അപ്പോൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുന്നത് ആർക്കാ? സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടിനാണ്. സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ സോലുബിൾ ആകത്തുള്ളൂ. സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട്. ദാറ്റ് മീൻസ് എക്സ്ട്രീംലി വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ലേ? എക്സ്ട്രീംലി വീക്ക് ഇലക്ട്രോലൈറ്റ്, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് പറയത്തുള്ളൂ. അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കേസിലുമാണ് ഇത് പറയുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കേസ് എന്താ? ഇനി അതിനകത്തോട്ട് ഇത് ഡിസോൾവ് ചെയ്യത്തില്ല. ഒരു സോൾവെൻ്റ് എടുത്താൽ ആ സോൾവെൻറ്റിൽ ഇനി എത്ര ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താലും അത് ഡിസോൾവ് ചെയ്യത്തില്ല, മാക്സിമം എത്തിക്കഴിഞ്ഞു. അങ്ങനത്തെ സൊല്യൂഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് നമ്മൾ സോലുബിലിറ്റി പ്രോഡക്റ്റിന് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ? സോലുബിലിറ്റി അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സോലുബിലിറ്റി? ഒരു ഫിക്സഡ് എമൗണ്ട് സോൾവെൻ്റ് എടുത്താൽ അതിന് ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ് സോലുബിലിറ്റി. അപ്പം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യുന്നു. മാക്സിമം എമൗണ്ട് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്തു കഴിഞ്ഞാൽ ഇനി സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആ കണ്ടീഷനെയല്ലേ നമ്മൾ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? മാക്സിമം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നോക്കിയേ, സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഇലക്ട്രോലൈറ്റിനാണ്, സ്പെയറിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിനാണ്. സ്പെയറിംഗ്ലി സോലുബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ വലിയ രീതിയിൽ അലിഞ്ഞു പോകത്തില്ല, അയണൈസ് ചെയ്തില്ല. അങ്ങനത്തെ ഇലക്ട്രോലൈറ്റിനെയാണ് സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഇത് എക്സ്ട്രീംലി വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കേസിലെ സോലുബിലിറ്റിക്കും സോലുബിലിറ്റി പ്രോഡക്റ്റിനും ഒക്കെ പ്രസക്തിയുള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഇതിന് എക്സാമ്പിൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് അങ്ങനത്തെ എക്സ്ട്രീംലി വീക്ക് ഇലക്ട്രോലൈറ്റ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേരിയം ക്ലോറൈഡ് BaCl2, ബേരിയം സൾഫേറ്റ്. നിങ്ങൾ +2 എത്തുന്ന സമയത്ത് പ്രാക്ടിക്കൽ ചെയ്യും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോൾട്ട് അനാലിസിസ് ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഈ ഒരു സോൾട്ട് തരും, ഒരു ഉപ്പിൻ്റെ കണക്കുള്ള ഒരു സബ്സ്റ്റൻസ് തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഇതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സബ്സ്റ്റൻസ് ഒരു സോൾട്ടാണ്. അത് ചിലപ്പം ബേരിയം ക്ലോറൈഡ് ആകാം, ചിലപ്പം ബേരിയം സൾഫേറ്റ് ആകാം, ലെഡ് ക്ലോറൈഡ് ആകാം, ലെഡ് അയഡൈഡ് ആകാം, അമോണിയം അസറ്റേറ്റ് ആകാം. അങ്ങനെ ഏതെങ്കിലും സോൾട്ട് ആവും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഇതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് സ്കീമൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാറ്റയോൺ ആരെന്ന് കണ്ടുപിടിക്കാനും ആനയോൺ ആരെന്ന് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ കുറച്ച് കണ്ടുപിടിക്കേണ്ട വഴി തരും. അപ്പോൾ നിങ്ങൾക്ക് കാറ്റയോണിനെ കിട്ടും, ആനയോണിനെ കിട്ടും. ആ കാറ്റയോണും ആനയോണും ചേർത്തെഴുതുമ്പോൾ നമ്മുടെ സോൾട്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബേരിയം ക്ലോറൈഡ്, ബേരിയം സൾഫേറ്റ്, സിൽവർ ക്ലോറൈഡ് AgCl, സിൽവർ അയഡൈഡ് AgI തുടങ്ങിയവയൊക്കെ എക്സ്ട്രീംലി വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, സ്പെയറിംഗ്ലി സോലുബിൾ ഇലക്ട്രോലൈറ്റ് ആണ്. ഇത് അടുത്തയാണ് സിർക്കോണിയം ZR3PO4.
ടോയ്സോ ZR3PO4 ത്രൈസോ ഒക്കെ ഉണ്ട്. അപ്പോൾ സിർക്കോണിയം ഫോസ്ഫേറ്റ് ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇവർക്കൊക്കെ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ? ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. ഉദാഹരണത്തിന് നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് സിൽവർ ക്ലോറൈഡ്. വാട്ടറിലിടുകയാണ്. വാട്ടറിലിടുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? Ag+ഉം Cl- ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞു വളരെ ചുരുക്കം മാത്രമേ, അതായത് ഒരു 10 മോളിക്കൂൾ AgCl എടുത്താൽ 0.1 മോളിക്കൂൾ മാത്രമായിരിക്കും Ag+ഉം Cl- ആയിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ? അതായത് 1 മോൾ AgCl എടുത്താൽ നമ്മുടെ ഈ സ്റ്റോഷ്യോമെട്രി അനുസരിച്ച് 1 മോൾ Ag+ ഉണ്ടാകുന്നു, 1 മോൾ Cl- ഉണ്ടാകുന്നു. ഇതാണ് സ്റ്റോഷ്യോമെട്രി. ഓക്കെ, ഇതൊരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ ഇക്വേഷൻ എങ്ങനെയാ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc = concentration of Ag+ into concentration of Cl- divided by concentration of AgCl into concentration of H2O. ഇതല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? നമ്മൾ പിന്നെ പറയുന്നുണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ. എന്നിട്ട് പറയുന്നു ഇതിൻ്റെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഇതിന് പവർ ഉണ്ട്. ആ പവർ എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ആയിരിക്കും. ഇങ്ങനെയല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എഴുതുന്നത്. ഇനി ഞാൻ പറഞ്ഞു AgCl നമ്മൾ എടുക്കുകയാണ്. ഒരു മോൾ AgCl ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ 1 മോൾ AgCl ഉണ്ട്. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലെത്തി. 1 മോൾ AgCl എടുത്താൽ ഞാൻ പറഞ്ഞു വളരെ കുറച്ച് മാത്രമേ വാട്ടറിൽ ഡിസോൾവ് ചെയ്യൂ. ദാറ്റ് മീൻസ് 1 മോൾ എടുത്താൽ 0.00001 മോളായിരിക്കും ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് AgClൻ്റെ കോൺസെൻട്രേഷന് കാര്യമായ വ്യത്യാസമുണ്ടോ? ഞാൻ എടുത്തത് 1 മോളാണ്. ഇത് വളരെ വീക്കായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. ഇത് സ്പെയറിംഗ്ലി സോലുബിൾ ആണ്. വളരെ കുറച്ച് മാത്രമേ ഡിസോൾവ് ചെയ്യൂ. 1 മോൾ എടുത്തതിൽ നിന്നും 0.0001 മോള് മാത്രമേ റിയാക്ഷനിൽ പങ്കെടുത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ഒരു കടലിൽ ചെല്ലുക, കടൽ നിറച്ച് വെള്ളം കിടക്കുകയാണ്. അതിൽ നിന്നും ഞാൻ 1 തുള്ളി എടുത്താൽ ആ കടലിൻ്റെ വെള്ളത്തിൽ വ്യത്യാസമുണ്ടോ? കാര്യമായ വ്യത്യാസം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. കടലിൻ്റെ വെള്ളം നമുക്ക് നോക്കുമ്പോൾ അതുപോലെ തന്നെയുണ്ട്. അതിൽ നിന്ന് 1 തുള്ളി എടുത്തുകൊണ്ട് പോയാലോ 1 കുപ്പി വെള്ളം എടുത്താലോ കടലിലെ വെള്ളത്തിന് വ്യത്യാസം വരുന്നില്ല, അല്ലേ? അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇത് സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടാണ്. കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമേ അയണൈസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ AgClൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ H2O വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് തന്നെയാണ്? കോൺസ്റ്റൻ്റ് ആണ്, അതും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് Kc ഇൻറ്റു ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AgClൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- ആണ്. കോൺസെൻട്രേഷൻ ഓഫ് Cl- ആണ്. ഇതാ നോക്കിയേ, AgClൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് Kc ഈസ് അനദർ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ 3 പേരുടെയും കോൺസ്റ്റൻറ്റിനെ നമുക്ക് വിളിക്കാം സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP എന്ന്. സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP എന്ന്. അങ്ങനെയാണെങ്കിൽ KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- എഴുതിക്കൂടെ? കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- ആണ്. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കേ, AgCl വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടറിലിട്ട സമയത്ത് ഇതെന്തായിട്ട് മാറി? Ag+ Cl- ആയിട്ട് മാറി. AgClൽ നിന്നും എത്രയോ സംഭവം ഡിസോൾവ് ചെയ്തു, അല്ലെങ്കിൽ സോലുബിളായി. അപ്പോൾ AgClൽ നിന്ന് സോലുബിളായത് S ആണെങ്കിൽ ഒരു AgCl സോലുബിളായാൽ ഒരു Ag+ കിട്ടും, ഒരു Cl- കിട്ടും. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ AgClൽ നിന്നും ഡിസോൾവ് ചെയ്തത് അല്ലെങ്കിൽ സോലുബിളായത് S ആണെങ്കിൽ ഇവിടുത്തെ Ag+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? S ആണ്. Cl- കോൺസെൻട്രേഷൻ എത്രയാണ്? S ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതിക്കൂടെ KSP സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP ഈസ് ഈക്വൽ ടു
കോൺസെൻട്രേഷൻ ഓഫ് AG+ന്റെ കോൺസെൻട്രേഷൻ എത്രയാ? എസ് ആണ്. എസ് ഇൻറ്റു പവർ ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് എസ് ഇൻറ്റു Cl- കോൺസെൻട്രേഷൻ എസ് ആണ്. എസ് ഇൻറ്റു എസ് എന്താണ്? S² ആണ്. സോ സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP ഓഫ് AgCl എന്ന് പറയുന്നത് എന്താണ്? S² ആണ്. എസ് എന്ന് പറയുന്നത് എന്താ? സോലിബിലിറ്റി ആണ്. അത് ആലോചിച്ചോണം. KSP എന്ന് പറയുന്നത് സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ്. KSP എന്താ? സോലിബിലിറ്റി പ്രോഡക്റ്റ്. അടുത്ത എസ് എന്ന് പറയുന്നത് സോല്യൂബിലിറ്റി ആണ്. എത്രത്തോളം അതിൽ ഡിസോൾവ് ചെയ്തു, സോല്യൂബിലിറ്റി ആണ്. ഈ സോല്യൂബിലിറ്റി പ്രോഡക്റ്റ് ഒക്കെ പറയുന്നത് എപ്പോഴാണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കേസിലാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? KSP = S². അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. BaCl2 ആണ്. ഇതിൻ്റെ KSP കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? BaCl2നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. അപ്പം BaCl2 പ്ലസ് വാട്ടർ ഗീവ്സ് Ba2++ 2Cl-. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഇലക്ട്രോലൈറ്റ് AXBY ആണെന്ന് വിചാരിക്കുക. AXBY ആണ്. ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ എങ്ങനെയാണ് BAക്ക് 2+ വന്നേ, എങ്ങനെയാണ് Cl-ന് 2 വന്നത്, ഇവിടെ -1 വന്നത് എങ്ങനെയാണെന്ന് നോക്കുക. AXBY എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് XaY+ ആയിട്ടും YBX- ആയിട്ടുമാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് മനസ്സിലുണ്ടാവണം. AXBY എന്ന് പറയുന്ന സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് XaY+ഉം YBX- ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, BaCl2 കൂടെ ശ്രദ്ധിക്കണേ. BaCl2 BAയുടെ സഫിക്സ് ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 എന്നാ. ആദ്യത്തെ ആളുടെ സഫിക്സിനെ X എന്ന് എടുക്കുന്നു. അതെത്രയാ? 1 ആണ്. രണ്ടാമത്തെ ആളുടെ Y ആണ്. അതെത്രയാണ്? 2 ആണ്. അപ്പോൾ Xഉം Yയും നമുക്ക് കിട്ടിയേ. ഇത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാ അയോണുകളായിട്ട് മാറുന്നത്? BaX എത്രയാ? 1 ആണ്. അപ്പോൾ XA ഫസ്റ്റ് അതായത് നോക്കിയേ, BaCl2ലെ BA എന്ന് പറയുന്നത് A ആണ്, Cl എന്ന് പറയുന്നത് B ആണ്. XaY+, X എത്രയാ? 1 ആണ്. 1 A ആരാ? BA ആണ്. BaY+, Y എത്രയാ? 2 ആണ്. Y+ ആണ്. അപ്പോൾ Ba2++ YBX-, Y എത്രയാ? 2 ആണ്. അപ്പോൾ 2 B ആരാണ്? Cl ആണ്. 2Cl(X-), X എത്രയാ? 1 ആണ്. സോ 1- ഇങ്ങനെയാണ് Ba2++ 2Cl- ആയിട്ട് മാറുന്നത്. ഓക്കെ ആണോ? അടുത്തൊരു എക്സാമ്പിളൂടെ നോക്കിയേ. BaSO4 ആണ്. ഓക്കെ, ഇവിടെ X എത്രയാ? BAയുടെ സഫിക്സ് ആയിട്ട് കിടക്കുന്നത് എത്രയാ? 1 ആണ്. SO4ൻ്റെ സഫിക്സ് ആയിട്ട് കിടക്കുന്നത് എത്രയാ? 1 ആണ്. BaSO4 ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്നാ പറഞ്ഞേ? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാവുമെന്നാ പറഞ്ഞേ? BXBaY+, X എത്രയാ? 1 ആണ്. സോ 1BaY+, Y എത്രയാ? 1 ആണ് അല്ലേ? Y എന്ന് പറയുന്നത് 1 ആണ്. SO4ൻ്റെ ആണ് Y 1 ആണ്. XBaY+, BA++. അടുത്ത ഏതാ? SO4 ആണ് അല്ലേ? SO4 Y 1 ആണ്. SO4 YX-, എന്ന് പറയുന്നത് എന്താ? SO4- ആണ്. ഓക്കെ ആണോ? SO4 എപ്പോഴും 2- ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ബേരിയോ സൾഫർ ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ BaSO4 ആയിട്ട് മാറും. ഓക്കെ, BaSO4 Ba++ SO4- ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ZR3PO4 ടോയ്സ്. ZR3PO4 ടോയ്സ്. ആദ്യത്തെ ആളുടെ എണ്ണം X = 3 ആണ്. PO4 ടോയ്സ് ആണ്. Y = 2 ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? XaY+, X എത്രയാ? 3 ആണ്. 3
എ ആരാണ്? സിർക്കോണിയം ആണ്. അപ്പം 3 സിർക്കോണിയം വൈ പ്ലസ് വൈ എത്രയാ? 2 ആണ്. 3ZR2 പ്ലസ് വൈ ബി എക്സ് മൈനസ് വൈ എത്രയാ? 2 ആണ്. ബി ആരാണ്? PO4 ആണ്. വൈ ബി എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് മൈനസ് എക്സ് എത്രയാ? 3 മൈനസ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ മനസ്സിലായോ? ഇങ്ങനെ എഴുതണം. അതായത് AXBY എന്ന് പറയുന്ന സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ XAY പ്ലസും വൈ ബി എക്സ് മൈനസും ആയിട്ട് മാറുന്നു. ഞാൻ ഇതിൽ നിന്നാണ് തുടങ്ങിയത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതിൻ്റെ സോലുബിലിറ്റിയിലേക്ക് പോകാം. ഇതാ നോക്കിയേ, ബേരിയം ക്ലോറൈഡ് സ്പെയറിംഗിലി സോലുബിൾ സോൾട്ടാണ്. ഇവിടെ നിന്ന് ഡിസോൾവ് ചെയ്ത് പോയത് സോലുബിലിറ്റി എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ 1 BaCl2 ഡിസോസിയേറ്റ് ചെയ്താൽ 1 Ba2 പ്ലസും 2 Cl മൈനസും ഉണ്ടാകും. ഇവിടെ എസ് ആണ് സോലുബിലിറ്റി. അപ്പോൾ ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെയും 1, ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെയും എസ് ആണ്. അങ്ങനെയാണെങ്കിൽ Cl മൈനസ് എന്ന് പറയുന്നതോ ഇതിൻ്റെ ഇരട്ടിയാണ് അല്ലേ? BaCl2 എന്ന് പറയുന്നത് എസ് ആണ്, അതിൻ്റെ ഇരട്ടി, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2s ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം KSP. KSP എന്ന് പറയുന്നത് എന്താ? KSP എന്ന് പറയുന്നത് എന്താ? നമ്മൾ മുമ്പേ ചെയ്തല്ലോ. KSP എന്ന് പറയുന്നത് ആരുടെയൊക്കെ? ഡിനോമിനേറ്ററിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പ്രോഡക്റ്റ് AG പ്ലസ് ആൻഡ് Cl മൈനസ്. ഇവിടെയോ? ഇവിടെ Ba2 പ്ലസ് ആൻഡ് എന്താ നോക്കിക്കോണേ, കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസിൻ്റെ സ്ക്വയർ. കോൺസെൻട്രേഷൻ ഓഫ് Cl ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവറായിട്ട് കൊടുക്കണം. Ba2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസിൻ്റെ സ്ക്വയർ. ഇതാണ് എന്ത്? KSP. KSP is equal to concentration of Ba2 plus into concentration of Cl minus ന്റെ സ്ക്വയർ. ഇനി പറഞ്ഞു Ba2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? S ആണ്. അപ്പോൾ S ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് 2s അല്ലേ? അപ്പോൾ 2sൻ്റെ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2sൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 2ൻ്റെ സ്ക്വയർ എസിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എസ് ഇൻറ്റു 4s സ്ക്വയർ എന്ന് വരും. 4s സ്ക്വയർ ഇൻറ്റു എസ് എത്രയാ? 4s ക്യൂബാണ്. അപ്പം ബേരിയം ക്ലോറൈഡിൻ്റെ KSP എന്ന് പറയുന്നത് എന്താണ്? 4s ക്യൂബാണ്. മുമ്പേ എഴുതിയ AgClൻ്റെ KSP എത്രയാ? എസ് സ്ക്വയർ ആണ്. സോലുബിലിറ്റിയുടെ സ്ക്വയർ ആണ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. എന്നാൽ ഇവിടെ സോലുബിലിറ്റിയുടെ 3 ടൈംസ് അല്ലെങ്കിൽ സോലുബിലിറ്റിയുടെ 3/3 പവർ ഇൻറ്റു 4 ആണ് KSP എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും നമുക്കിത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് എക്സാഹോൾ ഇരുന്ന് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ, ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് ജനറലായിട്ടൊരു ഇക്വേഷനിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ജനറൽ ഇക്വേഷനിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഇതാ നോക്കിയേ മക്കളെ, AXBY സോൾട്ടാണ്. AXBY സോൾട്ട് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് XA പ്ലസ് XAY പ്ലസും YBX മൈനസും ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇവിടുത്തെ സോലുബിലിറ്റി S ആണ്. ഇവിടെ XS ഉണ്ടാവും, ഇവിടെ YS ഉണ്ടാവും അല്ലേ? XS ഉണ്ടാവും, YS ഉണ്ടാവും. സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP ഈസ് ഈക്വൽ ടു, പ്രോഡക്റ്റ് റിയാക്ടറിൻ്റെ കാര്യമില്ല, അതെല്ലാം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് KSP കിട്ടിയത്. കോൺസെൻട്രേഷൻ ഓഫ് XAY പ്ലസ് പവർ ഉണ്ട് അല്ലേ? പവർ ഉണ്ട്. പവർ എത്രയാ? XAY പ്ലസ്, അത് പവറാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പവറാണ്. AY പ്ലസ് റേസ് ടു X ഇൻറ്റു BX മൈനസ് റേസ് ടു Y. BX മൈനസ് റേസ് ടു Y. അങ്ങനെയാണെങ്കിൽ KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് AY പ്ലസ് എത്രയാ? XS റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B, ദാറ്റ് ഈസ് YB റേസ് ടു Y അല്ലേ? YB അല്ല, YS റേസ് ടു Y ആണ്. YS റേസ് ടു Y ആണ്. KSP ഓഫ് എനി ഇലക്ട്രോലൈറ്റ്, ഏത് ഇലക്ട്രോലൈറ്റോ ആയിക്കോട്ടെ, KSP എന്ന് പറയുന്നത് XS റേസ് ടു X ഇൻറ്റു YS റേസ് ടു Y ആണ്.
y s raised to y ആണ്. ദിസ് ഈസ് ദ സോലിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ഏത് ഇലക്ട്രോലൈറ്റും ആയിക്കോട്ടെ. സോലിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് എസ് റേസ് ടു എക്സ് വൈ എസ് റേസ് ടു വൈ. എസ് എന്ന് പറയുന്നത് സോലിബിലിറ്റിയാണ്, കെ എസ് പി എന്ന് പറയുന്നത് സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ്. ഇത് ശരിക്കും ചെയ്ത് മനസ്സിലാവണമെങ്കിൽ പ്രോബ്ലം ചെയ്തേ പറ്റൂ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. കെ എസ് പി ഓഫ് ZR3 PO4 thrice in terms of solubility is. അതായത് സോലിബിലിറ്റിയുടെ ടേമിൽ ZR3 PO4 ത്രൈസിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് പറയണം. നിങ്ങൾ എന്ത് ചെയ്യണം? ആരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് നോക്കുക. ZR3 PO4 4 ടൈംസ് ആണ്. ഇതാണ് ഇലക്ട്രോലൈറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ അങ്ങ് എഴുതണം. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ഇത് AXBY ആണേ. AXBY ആണെങ്കിൽ എങ്ങനെയാ? അതൊന്ന് ഓർത്ത് വെച്ചോളുക. AXBY ഈസ് ഈക്വൽ ടു അല്ലേ, AXBY ഈസ് ഈക്വൽ ടു XAY പ്ലസ് പ്ലസ് YBX മൈനസ് ആണ്. XA എത്രയുണ്ട്? എത്ര സിർക്കോണിയം ഉണ്ട്? 3 സിർക്കോണിയം ഉണ്ട്. അപ്പം 3ZR y പ്ലസ് എന്ന് പറയുമ്പോൾ 4 പ്ലസ് പ്ലസ് YB എന്ന് പറയുമ്പോൾ 4PO4 എത്രയാ? 4 X മൈനസ് എന്ന് പറയുമ്പോൾ 3 മൈനസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സോലിബിലിറ്റി ഇത് പോയത് എസ് ആണ്. ഇവിടെ 0. ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ പറയണ്ട, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ 3S ആണ് കോൺസെൻട്രേഷൻ, ഇവിടെ 4S ആണ് കോൺസെൻട്രേഷൻ അല്ലേ. ഇവിടെ 3S ആണ്, മറ്റേടത്ത് 4S ആണ്. സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP എങ്ങനെ എഴുതുന്നേ? സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ZR റേസ് ടു ZR 4 പ്ലസ് റേസ് ടു 3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് PO4 3 മൈനസ് റേസ് ടു 4 ആണ്. ആണോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ മുമ്പേ പറഞ്ഞേ? KSP is equal to XS raised to X. KSP is equal to XS raised to X into YS raised to Y എന്നാ പറഞ്ഞേ അല്ലേ. അപ്പം നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടേ? XS എത്രയോ S ആ. ഇവിടുത്തെ XS എത്രയാ? 3S ആണ്. അപ്പം 3S raised to X അല്ലേ, ഇതിലല്ലേ X എന്ന് പറയുന്നേ. അപ്പം 3S raised to X എത്രയാ? X 3 ആണ്. X 3 ഇൻറ്റു YS raised to Y എത്രയാ? 4 ആണ്. S raised to നമ്മൾ ഇതിലോട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. S raised to Y എത്ര തന്നെയാ? 4 തന്നെയാണ്. അപ്പം 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27 S raised to 3 ഇൻറ്റു 4 raised to 4 4 ഗുണം 4 16 16 ഗുണം 16 അല്ലേ. 6 6 36 1 6 6 3 9 1 6 6 1 1 6 6 9 15 256 4 raised to 4 എന്ന് പറയുന്നത് 256. അപ്പോൾ 256 ഇൻറ്റു S raised to 4 അല്ലേ ആണ്. 256 ഇൻറ്റു S raised to 4 ആണ്. അടുത്ത 256 ഇൻറ്റു 27 256 ഇൻറ്റു 27 6 7 42 4 7 5 35 4 39 3 7 2 14 3 17 6 2 12 5 2 10 1 11 2 2 4 1 5 2 9 2 11 7 1 8 1 9 6 6912 A raised to M into A raised to N M plus N അങ്ങനെയാണെങ്കിൽ 4 3 7 S raised to 7 എന്ന് വരത്തില്ലേ. 6912 S raised to 7 ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ 108 S raised to 7,
4s ക്യൂബ് 6912 s⁻7 നൺ ഓഫ് ദീസ്. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് മക്കളെ. നമ്മുടെ ഇക്വേഷൻ ഇത് ഓർത്ത് വെക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള KSP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. x(s⁻x) y(s⁻y). അപ്പോൾ ശരിക്കും ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് സിർക്കോണിയം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് PO4 3- ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സിർക്കോണിയം (3) ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് PO4 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് സിർക്കോണിയം 3s ആണ്. കോൺസെൻട്രേഷൻ ഓഫ് PO4 4s ആണ്. അങ്ങനെയാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Solubility of CaF2 in terms of its solubility product is given as. സോലിബിലിറ്റി കണ്ടുപിടിക്കണം. ആരുടെയാ? CaF2ൻ്റെ, കാൽസ്യം ഫ്ലൂറൈഡിൻ്റെ. നോക്കിക്കോ, CaF2 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്നാ പറഞ്ഞേ? Caയുടെ നമ്പർ 1x. അപ്പോൾ x എത്രയാ? x = 1. y എത്രയാ? ഫ്ലൂറിൻ്റെ താഴത്തെ നമ്പർ y = 2. ഇതെങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? XaY+ ആയിട്ടും x 1 ആണ്, a എന്ന് പറയുന്നത് Ca ആണ്, y+ എന്ന് പറയുമ്പോൾ 2+ പ്ലസ് YBX+. y എത്രയാ? y 2 ആണ്, 2 b ആരാണ്? f ആണ്, x മൈനസ് x എത്രയാ? 1 ആണ്. സോ ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? Ca2+ 2f- എന്നാണ്. ശരിക്കും KSP എന്ന് പറയുന്നത് എന്താണ്? KSP = കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് F- സ്ക്വയർ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻറ്റ് വിത്ത് ദ പവർ ഇറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് അതിൻ്റെ പവർ ആയിട്ട് കൊടുക്കണം. ഇനി നോക്കുക, CaF2 ഇവിടെ S ആണ്, ഇവിടെയും S ആണ്, ഇവിടെ എന്തായിട്ട് മാറും? 2s ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ KSP = Ca2+ൻ്റെ കോൺസെൻട്രേഷൻ S ഇൻറ്റു F- കോൺസെൻട്രേഷൻ 2s ആണ്, 2sൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 ആണ്, 4s ഇൻറ്റു s സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4s³ എന്ന് വരും. KSP = 4s³. നമ്മുടെ ക്വസ്റ്റ്യൻ സോലിബിലിറ്റി പ്രോഡക്റ്റ് അല്ല. എന്താ കണ്ടുപിടിക്കേണ്ടത്? സോലിബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് S ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ KSP = 4s³, s³ = KSP ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ S = KSP ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ റേസ് ടു 1/3 അല്ലേ? ഇവിടെ s³ ആണ് കിട്ടിയത്. s² ആണെങ്കിൽ 1/2 എടുക്കുക, s³ ആണെങ്കിൽ 1/3 എടുക്കുക, s4 ആണെങ്കിൽ 1/4 എടുക്കുക. സോ സോലിബിലിറ്റി S = KSP ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ റേസ് ടു 1/3 ആണ്. ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. S = KSP raised to 1/3, S = KSP by 2 raised to 1/3, S = KSP by 4 the whole raised to 1/3. So our answer is option C ആണ്. Okay, next question. Okay, the KSP of PbCrO4 is 1 × 10⁻⁻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 ⁻
ഈസ് PbCrO4ന്റെ സോലിബിലിറ്റി കണ്ടുപിടിക്കണം. ഇലക്ട്രോലൈറ്റ് ആരാ? PbCrO4 ആണ്. ആദ്യത്തത് മെറ്റലാണ്, പോസിറ്റീവ് ചാർജുള്ള അയോണാണ്. രണ്ടാമത്തത് നോൺ മെറ്റലാണ്. അപ്പോൾ ആദ്യം PbCrO4നെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുക? വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? Pbയുടെ താഴെ 1, അപ്പോൾ X ഈസ് ഈക്വൽ ടു 1. CrO4 ഇത് ഇത്രയും ഒരു ടേമാണ്, അപ്പോൾ Y ഈസ് ഈക്വൽ ടു 1 ആണ്. X ഈസ് ഈക്വൽ ടു 1 ആണ്, Y ഈസ് ഈക്വൽ ടു 1. അപ്പോൾ PbCrO4 S പോയി, ഇവിടെ Pb2 പ്ലസ് S ഉണ്ടായി, കാരണം 1 ആണ്. ഇവിടെയും 1:1 റേഷ്യോ ആണ്, സോ ഇവിടെയും S ആണ്. നമുക്കറിയാം സോലിബിലിറ്റി പ്രോഡക്റ്റ് KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Pb2 പ്ലസ് റേഷ്യോ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാ? 1 ഇൻറ്റു CrO4 2 മൈനസ് പവർ ഒന്നുമില്ല, പവർ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Pb2 പ്ലസ്
എത്രയാ? എസ് ആണ് ഇൻറ്റു അടുത്ത എസ്. കെ എസ് പിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? 1 × 10⁻⁻16. 1 × 10⁻⁻16 is equal to S square. S square is equal to 1 × 10⁻⁻16. S is equal to root of 1 × 10⁻⁻16 എന്ന് വരും. 1 × 10⁻⁻16 is 10⁻⁻16. That is equal to root 10⁻⁻16. That is equal to 10⁻⁻16 the whole raised to 1/2 ആണ്. 16 divided by 2 എന്ന് പറയുന്നത് 8 ആണ്. So the answer is 10⁻⁻8 ആണ്. Solubility എത്രയാ? 10⁻⁻8 ആണ്. 1 × എന്നുള്ള ഫോർമുലയിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 1 × 10⁻⁻8. 1 × 10⁻⁻8. 1 × 10⁻⁻6. 1 × 10⁻⁻4. 1 × 10⁻⁻16. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 × 10⁻⁻8 ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? നെക്സ്റ്റ്, concentration of the Ag plus ions in a saturated solution of AgCr2O4 is 2.2 × 10⁻⁻4 mole liter inverse. Solubility product of Ag2Cr2O4 is Ag2Cr2O4 is ദാ നോക്കിയേ മക്കളെ, കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് അയോൺ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. Ag പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ തന്നേക്കാണ് 2.2 × 10⁻⁻4. നമ്മുടെ സോൾട്ട് ആരാണ്? AgCr2O4 ആണ്. Ag2Cr2O4 ആണ്. അപ്പോൾ ഇവിടെ തെറ്റിയതാട്ടോ. Ag2Cr2O4 ആണ്. അവിടെ മിസ്റ്റേക്ക് വന്നതാണ്. Ag2Cr2O4 ആണ്. വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എക്സ് Agയുടെ എണ്ണം എക്സ് എത്രയാ? 1 ആണ്. Y Cr2O4 ആണ്. എക്സിൻ്റെ എണ്ണം 2 ആണ്. Cr2O4ൻ്റെ എണ്ണം 1 ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? എക്സ് എ വൈ പ്ലസ്. എക്സ് എന്ന് പറയുമ്പോൾ 2 ആണ്. എ എന്ന് പറയുമ്പോൾ Ag ആണ്. വൈ 1 ആണ്. സോ വൈ പ്ലസ് പ്ലസ് വൈ ബി എക്സ് മൈനസ് വൈ 1 ആണ്. ബി Cr2O4 ആണ്. എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 2 മൈനസ് ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സോലിബിലിറ്റി എന്ന് പറയുന്നത് എസ് ആണ്. ഇവിടെ 1 Ag2Cr2O4 എടുത്താൽ 2 Ag പ്ലസ് ഉണ്ടാകും. എസ് എടുത്താൽ 2S ആണ്. ഇവിടെ എസ് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? KSP ആ കണ്ടുപിടിക്കേണ്ടത്. KSPയുടെ ഇക്വേഷൻ KSP is equal to concentration of Ag plus ൻ്റെ സ്ക്വയർ into concentration of Cr2O4 2 minus. KSP is equal to Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? 2S ആണ്. അപ്പോൾ 2Sൻ്റെ സ്ക്വയർ ഇൻറ്റു Cr2O4 2 മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4, എസിൻ്റെ സ്ക്വയർ എസ് സ്ക്വയർ, എസ് സ്ക്വയർ ഇൻറ്റു എസ് 4s³ ആണ്. KSP ഇസ് ഈക്വൽ ടു 4s³ എന്ന് കിട്ടി. നമുക്ക് KSPയെ കണ്ടുപിടിക്കണ്ടേ? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം അല്ലേ? സോലിബിലിറ്റി കണ്ടുപിടിക്കണം. ഇതാ നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ്. Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ നമ്മുടെ കയ്യിൽ ഉള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് അല്ലേ തന്നേക്കുന്നത്? 2.2. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അത് എത്രയാ? 2S ആണ്. Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 2S ഈസ് ഈക്വൽ ടു 2.2 ഇൻറ്റു 10⁻⁻4 അല്ലേ? Therefore, S is equal to 2.2 into 10⁻⁻4 divided by 2. That is equal to 1.1 into 10⁻⁻4. 1.1 into 10⁻⁻4 S എന്ന് പറയുന്നത്. നമുക്ക് KSP കണ്ടുപിടിക്കാൻ ഇനി S കിട്ടിയില്ലേ? അപ്പോൾ KSP is equal to 4 into S cube. S എന്ന് പറയുമ്പോൾ 1.1 into 10⁻⁻4ൻ്റെ
ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 ഇൻറ്റു 1.1 അല്ലേ 1.1 ഇൻറ്റു 1.1 11 ഇൻറ്റു 11 1 1 1 1 1 1 121 ഇൻറ്റു 11 1331 3 പ്രാവശ്യം അതായത് 1.331 എന്ന് വരും 1.331 ഇൻറ്റു 4 ഒരു 4 4 4 12 4 12 1 13 ഒരു 4 1 5 അപ്പോൾ 5.324 ഇൻറ്റു a raised to m the whole raised to n a raised to mn that is 10 raised to minus 12 അല്ലേ 10 raised to minus 12 അപ്പോൾ KSPയുടെ വാല്യൂ നമുക്ക് കിട്ടി 5.324 ഇൻറ്റു 10 raised to minus 12 നോക്കാം 2.66 ഇൻറ്റു 10 raised to minus 12 4.5 ഇൻറ്റു 10 raised to minus 11 5.3 ഇൻറ്റു 10 raised to minus 12 നമുക്കും അത് തന്നെയല്ലേ കിട്ടിയേ 5.3 ഇൻറ്റു 10 raised to minus 12 സോ നമ്മുടെ ആൻസർ ഈസ് 5.3 ഇൻറ്റു 10 raised to minus 12 ആണ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് മനസ്സിലായോ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ആർക്ക് വേണ്ടിയാണ് നമ്മൾ സോലുബിലിറ്റി പറയുന്നത് സ്പെയറിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള സോൾട്ടിന് വേണ്ടി പറയുന്നതാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ് ഈ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുന്നത് ഡൈലൂട്ട് സൊല്യൂഷൻ അല്ല കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അല്ല പിന്നെ ഏത് സൊല്യൂഷനാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് മാക്സിമം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത് KSP അല്ലെങ്കിൽ സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടേമാണ് സൈമുൾട്ടേനിയസ് സോലുബിലിറ്റി സൈമുൾട്ടേനിയസ് സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ 2 വീക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണ് വീക്ക് സോൾട്ട് എടുക്കുകയാണ് ഉദാഹരണത്തിന് AgCl ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണല്ലേ AgBr അതും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും Ag പ്ലസും Cl മൈനസും ഉണ്ടാവും ഇവിടെയും Ag പ്ലസും Br മൈനസും ഉണ്ടാകും അല്ലേ Ag പ്ലസും ഉണ്ട് Br മൈനസും ഉണ്ട് അപ്പോൾ 2 പേർക്കും ഒരേ സമയം 2 സബ്സ്റ്റൻസും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ 2 പേരും സ്പെയറിംഗ്ലി സോലുബിൾ ആണെങ്കിൽ 2 മിക്സ്ചറുകളെ അല്ലെങ്കിൽ ഒരു ആദ്യം AgCl സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് അത് Ag പ്ലസും Cl മൈനസുമായിട്ട് മാറി ഈ സമയത്ത് നമ്മൾ കുറച്ച് AgBr ഇട്ട് കൊടുക്കുന്നു വെള്ളത്തിലേക്ക് അതും സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ആണ് ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും AgBr പ്ലസ് വാട്ടർ ഗീവ്സ് Ag പ്ലസ് പ്ലസ് Br മൈനസ് ആയിട്ട് മാറും ആദ്യത്തെ കേസിൽ നമുക്ക് എസ് ഇവിടെ എസ് ഇവിടെയും എസ് കിട്ടും അല്ലേ നോക്കിയേ ആദ്യത്തെ കേസിൽ KSP എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് പക്ഷെ 2 പേരുടെ കൂടെ മിക്സ്ചർ അല്ലേ അപ്പോൾ Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആ മിക്സ്ചറിൽ ടോട്ടൽ അല്ലേ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു Cl മൈനസ് എന്നാണ് അതേപോലെ ഇത് KSP ഓഫ് AgCl ആണേ അടുത്ത KSP ഓഫ് AgBr എങ്ങനെയാണ് എഴുതുന്നത് KSP ഓഫ് AgBr ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് അതായത് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ടോട്ടൽ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br മൈനസ് അല്ലേ ടോട്ടൽ അല്ലേ കാരണം കറക്റ്റ് അതായത് 2 പേരുടെ കൂടെ മിക്സ്ചർ ആയപ്പോൾ ആദ്യത്തേതിൽ നിന്നും Ag പ്ലസ് ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റിൽ നിന്നും Ag പ്ലസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 2ൻ്റെയും കൂടെ ടോട്ടലാണ് ഈ AgCl മാത്രം ഡിസോസിയേറ്റ് ചെയ്തതല്ല AgBr മാത്രം ഡിസോസിയേറ്റ് ചെയ്തത് അല്ല രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇവർ തമ്മിലുള്ള ആദ്യം Ag പ്ലസിൻ്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ ഒന്ന് നോക്കാം ഫസ്റ്റ് കേസിൽ Ag പ്ലസിൻ്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് AgClലെ Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ SA പ്ലസ് രണ്ടാമത്തെ കേസിൽ AgBrലുള്ള Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ S പ്ലസ് S ഡാഷ് അല്ലേ അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് എത്രയാ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് S ആണ് അതേപോലെ AgBrലുള്ള Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ S ഡാഷ് ആണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ S ഡാഷ് പ്ലസ് S ആണ് Br മൈനസിൻ്റെ കോൺസെൻട്രേഷനോ
ഇവിടെ എസ് ഡാഷ് ആണ്. ക്ലിയർ ആയോ? ടോട്ടൽ കോൺസെൻട്രേഷൻ ആണ്. രണ്ട് ഇലക്ട്രോലൈറ്റുകൾ തമ്മിൽ മിക്സ് ചെയ്യുകയാണ്. രണ്ട് ഇലക്ട്രോലൈറ്റിനും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം ഡിസോസിയേഷൻ സംഭവിക്കും, സോലുബിൾ ആകും. ആസ് എ റിസൾട്ട് രണ്ടുപേരുടെയും സോലുബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും. രണ്ടിലും കോമൺ ആയിട്ടൊരു അയോൺ ഉണ്ടെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ വേണം എടുക്കാൻ. AgCl ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ Ag+ൻ്റെ കോൺസെൻട്രേഷൻ എസും AgBr ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ Ag+ൻ്റെ കോൺസെൻട്രേഷൻ എസ് ഡാഷും ആണ്. അപ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് Ag+ എന്ന് പറയുന്നത് S+S' ആണ് ഇൻ ദ ഫസ്റ്റ് കേസ്. ഇൻ ദ സെക്കൻഡ് കേസ് ശരിക്കും അതുപോലെ തന്നെയാണ് S'+S ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. AgClൻ്റെയും AgBrൻ്റെയും KsPകളുടെ റേഷ്യോ എടുക്കാം. അങ്ങനെയാണെങ്കിൽ KsP ഓഫ് AgCl ഡിവൈഡഡ് ബൈ KsP ഓഫ് AgBr is equal to KsP of AgCl എങ്ങനെ എഴുതുന്നത്? Ag പ്ലസ് ടോട്ടൽ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് Ag പ്ലസ് ടോട്ടൽ എത്രയാ? S+S' ആണ്. അങ്ങനെയാണെങ്കിൽ Ag പ്ലസ് ടോട്ടൽ എന്ന് പറയുന്നത് S+S' ഇൻറ്റു Cl മൈനസ് ഇൻ്റത് എസ് ഡിവൈഡഡ് ബൈ KsP ഓഫ് AgBr, അതും Ag പ്ലസ് ടോട്ടൽ ആണ്. Ag പ്ലസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ S+S' ഇൻറ്റു Br മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? എസ് മൈനസ് ആണ്, അല്ല എസ് ഡാഷ് ആണ്. ഓക്കെ, എസ് മൈനസിൽ എസ് ഡാഷ് ആണ്. S+S' S+S' ക്യാൻസൽ ആവത്തില്ലേ? ആസ് എ റിസൾട്ട് KsP ഓഫ് AgCl ഡിവൈഡഡ് ബൈ KsP ഓഫ് AgBr ഇസ് ഈക്വൽ ടു concentration of Cl minus divided by concentration of Br minus, that is equal to S divided by S dash ആണ്. ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. രണ്ട് പേരുടെ ഒരാളുടെ സോലുബിലിറ്റി പ്രോഡക്റ്റും രണ്ട് പേരുടെ കോൺസെൻട്രേഷനും തന്നാൽ, രണ്ട് അയോണുകളുടെ കോൺസെൻട്രേഷനും ഒരാളുടെ സോലുബിലിറ്റി പ്രോഡക്റ്റും തന്നാൽ മറ്റേ ഇലക്ട്രോലൈറ്റിൻ്റെ സോലുബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് KsP ഓഫ് ഫസ്റ്റ് ഇലക്ട്രോലൈറ്റ് ഡിവൈഡഡ് ബൈ KsP ഓഫ് സെക്കൻഡ് ഇലക്ട്രോലൈറ്റ് ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അയോൺസ്. കോൺസെൻട്രേഷൻ ഓഫ് ദ അയോണുകൾ തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും ഇത്. KsP ഓഫ് AgCl ഡിവൈഡഡ് ബൈ KsP ഓഫ് AgBr ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് ഡാഷ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇതിനെയാണ് സൈമിൾട്ടേനിയസ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഒരേ സമയം രണ്ടുപേര് സോലുബിൾ ആകുക ഒരേ സോൾവെൻറ്റിൽ. ഓക്കെ ഓക്കെ അടുത്തയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KIP ആൻഡ് KsP. KIPയും KsPയും തമ്മിലുള്ള റിലേഷൻ എന്താ? ദാ H2AgCl എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് അയോണുകളായിട്ട് മാറുന്നു Ag+ഉം Cl മൈനസും ആയിട്ട്. അതേപോലെ നമ്മുടെ AgCl വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് Ag+ഉം Cl മൈനസും ആയിട്ട് മാറുന്നു. ഓക്കെ, അയോണുകളുടെ പ്രോഡക്റ്റിനെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് അയോൺസ് ആ കോൺസ്റ്റന്റിനെ KIP എന്നും അയോണിക് പ്രോഡക്റ്റിനെ KIP എന്നും സോലിബിലിറ്റി പ്രോഡക്റ്റിനെ KsP എന്നും നമുക്ക് പറയാം. അയോണിക് പ്രോഡക്റ്റാണ്, രണ്ട് അയോണുകളുടെ പ്രോഡക്റ്റാണ് KIP, രണ്ട് സോലിബിലിറ്റി പ്രോഡക്റ്റാണ് KsP. അയോണിക് പ്രോഡക്റ്റ് KIP, സോലിബിലിറ്റി പ്രോഡക്റ്റ് KsP. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അയോണിക് പ്രോഡക്റ്റും സോലിബിലിറ്റി പ്രോഡക്റ്റും ഈക്വൽ ആണെങ്കിൽ, അയോണിക് പ്രോഡക്റ്റും സോലിബിലിറ്റി പ്രോഡക്റ്റും ഈക്വൽ ആണെങ്കിൽ ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോണേ. അയോണിക് പ്രോഡക്റ്റിൻ്റെയും സോലിബിലിറ്റി പ്രോഡക്റ്റിൻ്റെയും വാല്യൂ ഒരുപോലെ ആയാൽ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷനായി. അവിടെ നമുക്ക് KsPയും അയോണിക് പ്രോഡക്റ്റോട് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. ഓക്കെ, നെക്സ്റ്റ് KIPയുടെ വാല്യൂ KsP വാല്യൂവിനേക്കാൾ കുറഞ്ഞു നിന്നാൽ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് അല്ല, സൊല്യൂഷൻ നോട്ട് സാച്ചുറേറ്റഡ് ആണ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാം KsP വാല്യൂവും KIP വാല്യൂവും തന്നിട്ട് ഈ താഴെ തന്നിരിക്കുന്നതിൽ സാച്ചുറേറ്റഡ് ആണോ, സൂപ്പർ സാച്ചുറേറ്റഡ് ആണോ, നോട്ട് സാച്ചുറേറ്റഡ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ
സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാൾ കുറവാണെങ്കിൽ അത് സാച്ചുറേറ്റഡ് അല്ല, മാക്സിമം ഡിസോൾവ് ചെയ്തില്ല, സോലിബിൾ ആയില്ല. ഓക്കെ ആണല്ലോ. ദെൻ അയോണിക് പ്രോഡക്റ്റിൻ്റെയും സോലിബിലിറ്റി പ്രോഡക്റ്റിൻ്റെയും വാല്യൂ ഈക്വൽ ആയാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണ്. ഇനി KIPയുടെ വാല്യൂ KSPയേക്കാൾ കൂടി നിന്നാൽ, അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാൾ കൂടി നിന്നാൽ ആ സൊല്യൂഷൻ സൂപ്പർ സാച്ചുറേറ്റഡ് ആണ്. അതായത് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു, മാക്സിമം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇതിനെ ചൂടാക്കിയാൽ പിന്നെയും കുറച്ചും കൂടെ സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ചെയ്യും. അങ്ങനത്തെ സൊല്യൂഷനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ ഫോം ചെയ്യും. ദാറ്റ് മീൻസ് പ്രസിപ്പിറ്റേഷൻ നടക്കും. ഓക്കെ ആണോ? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് precipitate will form. Precipitate will form. ഇവിടെയാണെങ്കിൽ precipitate ഫോം ചെയ്തില്ല, സാച്ചുറേറ്റഡ് ആണ്, നോ precipitate. precipitate ഫോം ചെയ്തില്ല. ഇത് പഠിച്ചു വെച്ചോണേ മക്കളെ. അയോണിക് പ്രോഡക്റ്റിൻ്റെയും KSP പ്രോഡക്റ്റിൻ്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണ്, there is no precipitate. KSP വാല്യൂവിനേക്കാൾ കൂടി നിന്നാൽ സൂപ്പർ സാച്ചുറേറ്റഡ് ആണ് സൊല്യൂഷൻ, precipitate ഫോം ചെയ്യും. എപ്പോഴാണ് ഇവിടെ precipitate ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ സോലിബിലിറ്റി പ്രോഡക്റ്റിനേക്കാൾ കൂടി നിൽക്കണം. ദെൻ അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറഞ്ഞു നിന്നാൽ എന്താണ്? അത് സാച്ചുറേറ്റഡ് അല്ല, ഇനിയും കിടക്കുകയാണ് ഡിസോൾവ് ചെയ്യാനായിട്ട്. ഇനിയും സോൾവെൻറ്റിന് പറ്റും, ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് സോൾവെൻറ്റിന് പറ്റും, ഒട്ടും സാച്ചുറേറ്റഡ് അല്ല. അന്നേരം പിന്നെ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അവിടെ precipitation നടക്കത്തില്ലല്ലോ. ഇതാണ് KIPയും അയോണിക് പ്രോഡക്റ്റും സോലിബിലിറ്റി പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കോമൺ അയോൺ ഇഫക്റ്റ്. നമ്മൾ എവിടെയോ ഈ ടേം വന്നായിരുന്നു, കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നൊരു ടേം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനകത്തോട്ട്, ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് തന്നെ എടുക്കാം, AgCl ആണ്. വാട്ടറിൽ ഇടുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? Ag+ഉം Cl- ആയിട്ട് അയോണൈസ് ചെയ്യാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്യുമോ? ഇല്ല. വളരെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, കുറച്ച് മാത്രമേ അയണൈസ് ചെയ്ത് പോകത്തുള്ളൂ. ഇതിനകത്തേക്ക് അപ്പം നോക്കിയേ, ഇതിനകത്ത് KSP എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- അല്ലേ? ആണേ. ഇതിനകത്തേക്ക് ഞാനൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുകയാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡിനെ തന്നെ ആഡ് ചെയ്യാം. ഈ സോഡിയം ക്ലോറൈഡിനെ ഇടുന്ന സമയത്ത് ആ സോഡിയം ക്ലോറൈഡും ഡിസോൾവ് ചെയ്യത്തില്ലേ, സോലുബിൾ ആകത്തില്ലേ? സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ അതും Na+ഉം Cl- ആയിട്ട് മാറും അല്ലേ? കുറച്ച് മുമ്പേ നമ്മൾ സൈമിൾട്ടേനിയസ് സോലിബിലിറ്റിയുടെ കേസിൽ നമ്മൾ 2 ഇലക്ട്രോലൈറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് 2 പേരുടെയും കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ടോട്ടൽ കോൺസെൻട്രേഷൻ എടുത്തു. ഇവിടെയും 2 അയോണുകളുണ്ടായി, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അതായത് കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇതാ നോക്കിയേ, ഇവിടെ AgCl-നകത്ത് Cl ഉണ്ട്, NaCl-നകത്തും Cl ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുണ്ട് അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ അതിൽ ആഡ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? കൂടുകയാണ് അല്ലേ? നമ്മുടെ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? കൂടി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത സമയത്ത് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? കൂടി. നേരത്തെ ഉദാഹരണത്തിന് ഇവിടെ എസ്, ഇവിടെ എസ്, ക്ലോറൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എസ് ആയിരുന്നേ. ഇപ്പോൾ നമ്മുടെ Cl- NaCl-ൽ നിന്നും കൂടെ വന്നു. അപ്പോൾ എസ് ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കത്തില്ല. എസ് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് Cl- ഇൻ NaCl അല്ലേ? NaCl-ൽ നിന്നുള്ള Cl- കോൺസെൻട്രേഷൻ കൂടെ അവിടെ വന്നു. എസ് അല്ല, എസിനേക്കാൾ കൂടി. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നിന്നുണ്ടാകുന്ന അയോണിൻ്റെ കോൺസെൻട്രേഷൻ എത്രയോ അതായിരിക്കും. ഉദാഹരണത്തിന് ഇവിടുത്തെ ക്ലോറൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എസ് ആണേ. നമ്മൾ 0.1 മോളാർ NaCl ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. 0.1 മോളാർ NaCl ആഡ് ചെയ്യുക. നമുക്കറിയാം NaCl ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? Na+, Cl- ആയിട്ട് മാറും. ഇവിടെ 1 മോൾ NaCl ഡിസോസിയേറ്റ് ചെയ്താൽ 1 മോൾ Na+ഉം 1 മോൾ Cl- അല്ലേ?
നമ്മളിപ്പോൾ എടുത്ത NaCl കോൺസെൻട്രേഷൻ 0.1 മോളാർ അല്ലേ? അപ്പോൾ 0.1 മോളാർ NaCl എടുത്താൽ 0.1 മോളാർ Na പ്ലസും ഉണ്ടാകും, 0.1 മോളാർ Cl മൈനസും ഉണ്ടാകും. അപ്പോൾ ആദ്യത്തേൻ്റെ കോൺസെൻട്രേഷൻ S ആണ്. എസിൻ്റെ കൂടെ Cl മൈനസ് കോൺസെൻട്രേഷൻ ഫ്രം NaCl കൂടെ ആഡ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ടോട്ടലാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഇങ്ങനെ പഠിച്ചു വെക്കുക, കോൺസെൻട്രേഷൻ ഓഫ് കോമൺ അയോൺ ഈസ് സെയിം ആസ് ദ concentration of ion in strong electrolyte. അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ ആ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ എന്തിൻ്റെ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്. അതായത് നോക്കിയേ, ഇവിടെ നോക്കിയേ, KSP is equal to കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് അല്ലേ? ഇവിടെ Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ S അല്ലേ? എസിൻ്റെ കൂടെ 0.1 ആഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ടോട്ടലാണ് എടുക്കേണ്ടത്. പക്ഷേ ആഡ് ചെയ്യുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മതി നമ്മുടെ കോമൺ അയോണിന്. ഇവിടെ കോമൺ അയോൺ Cl മൈനസ് ആണ്, ഇവിടെയും Cl മൈനസ് ആണ്. അപ്പോൾ കോമൺ അയോണിന് ഈ കോൺസെൻട്രേഷൻ എടുക്കേണ്ട, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അതങ്ങ് എടുത്താൽ മതി. ഇതാണ് കോമൺ അയോൺ ഇഫക്റ്റിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത്, കോമൺ അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് നമുക്ക് ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ബഫർ സൊല്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ ബഫർ സൊല്യൂഷൻ എന്നും പറഞ്ഞൊരു ടേംസ് ഉണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് സോലിബിലിറ്റി പ്രൊഡക്റ്റ് ശരിക്കും ഒരേ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് വേണമെങ്കിൽ ഈ ഒരു ഇതിനോട് കൂടി തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇല്ല, നമ്മുടെ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ആ ഒരു തിയറി പാർട്ട് തീരും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഏരിയയിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി കംപ്ലീറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്കേ നമ്മൾ വിടുകയാണ്, അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി പ്രോബ്ലംസ് ചെയ്യാം, കുറേ പ്രോബ്ലംസും കൂടെ ചെയ്തു വരാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസിഡിക് സാൾട്ട്? നമുക്കറിയാം അസിഡിക് സാൾട്ട്, ബേസിക് സോൾട്ട്, ന്യൂട്രൽ സോൾട്ട് അല്ലേ? ആസിഡും ബേസും സ്ട്രോങ് ആണെങ്കിൽ ആ സോൾട്ട് ഏതായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിൽ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സോൾട്ട്, ഉദാഹരണത്തിന് നമ്മൾ സോഡിയം ക്ലോറൈഡ് പറഞ്ഞു. സോഡിയം ക്ലോറൈഡ് ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്തേ? NaOHും HClഉമാണ്. Na പ്ലസ് ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല, Cl മൈനസും ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. ആസ് എ റിസൾട്ട് അത് ന്യൂട്രലാണ്. അപ്പോൾ ഇതിൽ അസിഡിക് സോൾട്ട് അല്ലാത്തത് ഏത്? നോക്കിയേ, NaHSO4. NaHSO4 ആണ്. ഇത് Na പ്ലസ് ആൻഡ് HSO4 മൈനസ് ആയിട്ടാണ് വാട്ടറിൽ നിൽക്കുന്നത് അല്ലേ? Na പ്ലസ് ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. HSO4ൽ ഒരു H+ അയോണിനെ വേണമെങ്കിൽ കളയാം. HSO4 പെട്ടെന്നൊരു H+നെ കളഞ്ഞ് എന്തായിട്ട് മാറും? SO4 2- ആയിട്ട് മാറും. അപ്പോൾ ഇത് ശരിക്കും H+നെ കളയുന്നത് കൊണ്ട് ഇത് എന്താ ആസിഡാ? എന്ത് സബ്സ്റ്റൻസാ? അസിഡിക് സബ്സ്റ്റൻസാ. അപ്പോൾ NaHSO4ൽ നിന്ന് ഒരു H+നെ റിലീസ് ചെയ്യാം. H+ ഡോണറിനെ വിളിക്കുന്ന പേരാണ് ആസിഡ്. ഇറ്റ് ക്യാൻ റിലീസ് H+ അയോൺ, സോ ഇറ്റ് ഈസ് ആൻ അസിഡിക് സോൾട്ട്. ഓക്കെ, ഫസ്റ്റ് അസിഡിക് സോൾട്ട് ആണ്. അസിഡിക് സോൾട്ട് അല്ലാത്തത് ആരെന്നാ ക്വസ്റ്റ്യൻ. HCOONA, ഇതാ നോക്കിയ മക്കളെ, HCOONA എന്ന് പറയുന്ന സോൾട്ട് ഫോം ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാ? HCOOH ആസിഡിൽ നിന്നും. അല്ലെങ്കിൽ ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? HCOO മൈനസും Na പ്ലസും. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, കാൽസ്യം,
അല്ലേ? ഇതൊക്കെ എന്തിന് വിധേയമാകത്തില്ല? ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. അപ്പോൾ ഇത് ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല, ഇത് പോയി. അടുത്ത HCOO- ഹൈഡ്രോളിസിന് വിധേയമാകും. ഹൈഡ്രോളിസിന് വിധേയമാകുമ്പോൾ COO- ഗ്രൂപ്പ് വാട്ടറിൽ നിന്നും H+നെ പിക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് ഇത് HCOOHും OH- ആയിട്ട് മാറും. അപ്പോൾ ഈ സോൾട്ട് ഹൈഡ്രോളിസിസ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ആരെ കളയുന്നുണ്ട്? OH- റിലീസ് ചെയ്യുന്നുണ്ട്. H+ ഡോണർ ആസിഡ് ആണെങ്കിൽ OH- ഡോണർ എന്താണ്? ബേസ് ആണ്. അപ്പോൾ ഇവിടെ OH- ഗ്രൂപ്പിനെ റിലീസ് ചെയ്തു. ആസ് എ റിസൾട്ട് ഇതെന്താണ്? ഒരു ബേസിക് സോൾട്ട് അല്ലേ? അപ്പോൾ അസിഡിക് സോൾട്ട് അല്ലാത്തത് നമ്മുടെ HCOONA അല്ലേ? ഇനി ഇതിലോട്ട് നോക്കിയേ, NaH2PO3 ഇതിൽ നിന്ന് H+നെ കളയാം. സോ അത് അസിഡിക് സോൾട്ട് ആണ്. നൺ ഓഫ് ദം, ഇതിലൊന്നും ഇല്ലേ അസിഡിക് സോൾട്ട് അല്ലാത്ത? ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. HCOO- ഹൈഡ്രോളിസിന് വിധേയമാക്കുന്ന സമയത്ത് നമുക്ക് OH- റിലീസ് ചെയ്യുന്നു. OH- റിലീസ് ചെയ്താൽ അതെന്താണ്? ബേസ് ആണ്. അപ്പോൾ ഇത് അസിഡിക് സോൾട്ട് അല്ല, ഇത് ബേസിക് സോൾട്ട് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ ബേസിക് സോൾട്ട്? ഇതിനകത്ത് ബേസിക് സോൾട്ട് ആരാണ്? PBS. ഇതാ നോക്കിയേ, PBS ഇത് Pb2+ഉം S2- ആയിട്ടാണ് നിൽക്കുന്നത്. Pb2+ ഹൈഡ്രോളിസിന് വിധേയമാകും, കാരണം നമ്മൾ പറഞ്ഞ കാറ്റയോണിൽ ഒന്നും പെടാത്ത ആളാണ്. അപ്പോൾ Pb2+ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ PbOH- H+ ആയിട്ടാണ് മാറുന്നത്. H+നെ റിലീസ് ചെയ്യുന്നു, അതുകൊണ്ട് അതെന്താണ്? ആസിഡ് ആണ് അല്ലേ? ഇവിടെ S2- വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് OH- S2- H+നെ പിടിക്കുന്നു, OH- റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ? H+OH- അവിടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരും ഡിസോസിയേഷന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് pKa pKb വാല്യൂ പറയണം. ഒന്നുകിൽ അസിഡിക് ആകാം അല്ലെങ്കിൽ ബേസിക് ആകാം. നമുക്ക് ഷുവാരിറ്റി ഇല്ല, കാരണം ഇത് വീക്ക് ആസിഡ് വീക്ക് ബേസ് തമ്മിലുള്ള സോൾട്ടാണ്. ഓക്കെ, മേ ബി ആസിഡ് ആകാം, അല്ലെങ്കിൽ മേ ബി ബേസിക് ആകാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആകാം അല്ലേ? pH അത് രണ്ടുപേരുടെയും pKaയും pKb വാല്യൂ സെയിം ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താവാം? 7 ആകാം, ന്യൂട്രൽ ആകാം. അപ്പോൾ അസിഡിക് ബേസിക് ആരെന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ബേസിക് അല്ലേ? നെക്സ്റ്റ് PbCO3 ഇതുപോലെ തന്നെയാണ്, രണ്ടുപേർക്ക് ഹൈഡ്രോളിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതും ബേസിക് ആകാൻ സാധ്യതയില്ല. പിന്നെ PbSO4 ബേസിക്കേ അല്ല, കാരണം എന്താ? ഇതിനകത്ത് Pb2+ എന്ന് പറയുന്ന സാധനവും H2SO4 സൾഫേറ്റ് ആണ്, സൾഫ്യൂരിക് ആസിഡിൽ നിന്നുണ്ടായതാണ്. സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്, ആസിഡും വീക്ക് ബേസും ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നേച്ചർ അസിഡിക് നേച്ചറാണ്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണ്. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരാണോ സ്ട്രോങ് അവരുടെ സ്വഭാവം കാണിക്കും. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ ഏത് നേച്ചറാ? അസിഡിക് നേച്ചറാ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ബേസിക് ആരാണെന്നാ. അടുത്ത നോക്കിയേ, PbCO3 PbOH- ഒറ്റ കോമ്പൗണ്ടാണ്. അപ്പോൾ PbCO3 PbOH- ആണ്. PbOH- കാണുമ്പോഴേ അറിയാം ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് OH ഗ്രൂപ്പിനെ റിലീസ് ചെയ്യാം. OH ഗ്രൂപ്പിനെ റിലീസ് ചെയ്യാൻ കഴിവുള്ള ആളെ വിളിക്കുന്ന പേര് ബേസിക് എന്നാണ്. അപ്പോൾ ഈ സോൾട്ടിൽ നിന്നും OH- റിലീസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇതൊരു ബേസിക് സോൾട്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ബേസിക് സോൾട്ട് ആരാണ്? 2PbCO3 PbOH- ആണ്. ഇവിടെ ഒരു കാര്യം നോക്കാം, PbCO3 PbOH- ഈ സോൾട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാം Pb+S-, Pb+CO3-, വാലൻസി ഞാൻ പറഞ്ഞിട്ടില്ല. Pb+SO4-, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അല്ലേ ഉള്ളേ. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ Pb2+, CO3-, Pb3+, CO3-, Pb2+, OH-. അതായത് ഒന്നിലധികം കാറ്റയോണും ഒന്നിലധികം ആനയോണും വരുന്നു. മോർ ദാൻ 2 അയോൺസ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് സോൾട്ട്. ഉദാഹരണത്തിന് KCl NaCl, മിക്സ്ചർ ഓഫ് KCl NaCl, K+, Cl-, Na+, Cl-, Cl- ഓക്കെ. ഇവിടെ K+ പോസിറ്റീവ് അയോൺ ഉണ്ട്, Na+ പോസിറ്റീവ് അയോൺ ഉണ്ട് അല്ലേ? ഡിഫറൻറ്റ് ഇത് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് സോൾട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ബേസിക് സോൾട്ട് ആരാണ്? ബേസിക് സോൾട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്.
Next question. The process of neutralization invariably result in the production of. Process of neutralization. Neutralization reaction ഏതാണ്? എച്ച് പ്ലസ് അയോൺ ആണോ ന്യൂട്രലൈസേഷൻ? എച്ച് പ്ലസ് അയോൺ ആകുമ്പോൾ അത് അസിഡിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. ഒ എച്ച് മൈനസ് ആണെങ്കിൽ അത് ബേസിക് ആണ്. ബോത്ത് എച്ച് പ്ലസ് ആൻഡ് ഒ എച്ച് മൈനസ്. എച്ച് പ്ലസും ഒ എച്ച് മൈനസും ഉണ്ടെങ്കിൽ അതും ന്യൂട്രലൈസേഷനാണ്. അങ്ങനെയല്ല, മോളിക്യൂൾ ഓഫ് വാട്ടർ, അതായത് വാട്ടറിൻ്റെ പ്രൊഡക്ഷൻ, വാട്ടർ ഫോം ചെയ്യുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമുക്കറിയാം. ഇതാ നോക്കിയേ, സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസാണ്, NaOH ബേസാണ്, HCl ആസിഡാണ്. NaOH HCl കൂടെ ചേരുമ്പോൾ NaCl വാട്ടറും കിട്ടുന്നു. ഈ വാട്ടറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രലൈസേഷനാണ്. വാട്ടറിൻ്റെ പ്രൊഡക്ഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോൾട്ട് പ്ലസ് വാട്ടർ. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നെങ്കിൽ ആ വാട്ടറിൻ്റെ പ്രൊഡക്ഷനെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? മോളിക്യൂൾ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മോളിക്യൂൾ ഓഫ് വാട്ടർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസിഡിക് സോൾട്ട്? താഴെ തന്നിരിക്കുന്നതിൽ അസിഡിക് സോൾട്ട് ആരാണ്? നോക്കിയേ, Na2S. Na2S വാട്ടറിലിടുന്ന സമയത്ത് എന്തായിട്ട് മാറും? 2Na പ്ലസും S2- ആയിട്ട് മാറും. ഈ 2Na പ്ലസ് കാറ്റയോൺ അല്ലേ, ആൽക്കലി മെറ്റൽസ് അല്ലേ, ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ലല്ലോ. ഇവിടെ ആനയോൺ വഴിയല്ലേ ഹൈഡ്രോളിസിസ് നടക്കുന്നത്, നെഗറ്റീവ് ചാർജുള്ള അയോൺ വഴിയല്ലേ ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ആനയോൺ വഴിയാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നതെങ്കിൽ ആരെ ലിബറേറ്റ് ചെയ്യും? ദാ നോക്കിക്കോ, ആനയോൺ വഴിയാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നതെങ്കിൽ ആരെ ലിബറേറ്റ് ചെയ്യും? OH- ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അതെന്താണ്? ബേസിക് സോൾട്ട് ആണ് അല്ലേ. നമ്മൾ ആദ്യം ഞാൻ ഇതെല്ലാം ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞതാണ്. ആനയോൺ വഴിയാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നതെങ്കിൽ അതൊരു ബേസിക് സോൾട്ടാണ്, കാരണം OH- ഉണ്ടാകും. കാറ്റയോൺ വഴിയാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നതെങ്കിൽ അവിടെ H+ റിലീസ് ചെയ്യും, അതൊരു അസിഡിക് സോൾട്ടാണ്. ഇവിടെ ആനയോൺ വഴിയാണ്, അത് ബേസിക് സോൾട്ടാണ്. അസിഡിക് സോൾട്ട് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടുത്ത Na2SO3. Na2SO3യിൽ 2Na++ SO3- ആയിട്ട് മാറും അല്ലേ. ഇവിടെയും ആനയോൺ വഴിയാണ് ഹൈഡ്രോളിസിസ് നടക്കുന്നത്, അതുകൊണ്ട് ഇതും എന്താണ്? ഒരു ബേസിക് സോൾട്ടാണ് ആണല്ലോ. SO4 2- ആയിരുന്നെങ്കിലേ ഉള്ളൂ അസിഡിക് സോൾട്ട് ആവുന്നത്. അടുത്ത NaHSO3. NaHSO3 ആണ്. Na++ഉം HSO3- ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ HSO3 എന്ന് പറയുന്ന സാധനത്തിന് ഒരു H+ കളയാനുള്ള കഴിവുണ്ടല്ലോ. H+ കളയാൻ കഴിവുണ്ടെങ്കിൽ അതൊരു ആസിഡ് അല്ലേ. അപ്പോൾ NaHSO3യിൽ H+ റിലീസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ അസിഡിക് സോൾട്ട്. അതും കൂടെ നോക്കണം. നമ്മുടെ സോൾട്ടിനകത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിന് അയണൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, H+ കളയാൻ പറ്റുമെങ്കിൽ അതെന്താണ്? ആസിഡാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് NaHSO3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിക്സഡ് സോൾട്ട് എമംഗ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ മിക്സഡ് സോൾട്ട് എന്താണ്? ഞാൻ പറഞ്ഞു രണ്ടിലധികം അയോൺസ് ഉണ്ടാവണം. ആദ്യത്തെ കേസിൽ CHOH COONA CHOH COONA, അതായത് CHOH CH+ഉം COO- ആണ്. അല്ല സോറി, CO- Na+ ആണ്. ഈ രണ്ട് അയോണുകളെ ഇവിടെ ഉള്ളൂ. CO- Na+ അയോണും മാത്രമേ ഉള്ളൂ. ഇത് മിക്സഡ് സോൾട്ട് അല്ല. NaKSO4 Na+, K+, SO4 2-. അപ്പം രണ്ടിൽ കൂടുതൽ അയോൺസ് ഇല്ലേ? Na+, K+, രണ്ടിൽ കൂടുതൽ ടൈപ്പ് അയോൺസ് ഉണ്ട്. Na+, K+, SO4 2-. ഇവിടെ Ca2+, Cl-. അപ്പം ഇതല്ല CO- Na+. ഇവിടെയും CO- Na+, രണ്ട് ടൈപ്പ് അയോണേ ഉള്ളൂ. രണ്ടിൽ കൂടുതൽ ടൈപ്പ് അയോൺ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് സോൾട്ട്. അപ്പോൾ മിക്സഡ് സോൾട്ടിന് എക്സാമ്പിൾ NaKSO4 ആണ്. Na+ ഉണ്ട്, K+ ഉണ്ട്, SO4- ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് 90 degrees Celsius, the pH of 0.1 molar NaCl aqueous solution is. നോർമലി 25 ഡിഗ്രി സെൽഷ്യസിൽ NaClൻ്റെ pH എന്ന് പറയുന്നത് നമുക്കറിയാം 7 ആണ്, കാരണം ന്യൂട്രൽ ആണ് അല്ലേ. ബട്ട് ടെമ്പറേച്ചർ കൂട്ടി 90 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റി. എഴുതി വെച്ചോളുക മക്കളെ. ആസ് ദ ടെമ്പറേച്ചർ increases, concentration of H+ also increases. H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും?
ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നോക്കിയേ, 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 90 ഡിഗ്രി സെൽഷ്യസിലെത്തി. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി. പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അല്ലേ? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ പി എച്ച് 7 ആണെങ്കിൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻7 അല്ലേ? നമ്മുടെ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 നിന്നും കൂടി, 10⁻⁻7 നിന്നും കൂടിയെന്ന് പറഞ്ഞാൽ 10⁻⁻5 ആയെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ആയിരുന്നു. ഇപ്പോൾ 10⁻⁵ ആയിട്ടത് കൂടി, കുറഞ്ഞതല്ല, 10⁻⁵ ആയിട്ടത് കൂടുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10⁻⁻5 എന്ന് എടുത്തൂടെ? ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. 5 ലോഗ് 10 ആണ്. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്. സോ പി എച്ച് എത്രയാണ്? 5 ആണ്. നേരത്തെ പി എച്ച് 7 ആണോ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁻7 ഉള്ളപ്പോൾ. ഇപ്പോൾ പി എച്ച് 5 ആയി, എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁵ ആയപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ടെമ്പറേച്ചർ കൂട്ടിയാൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ പി എച്ചിൻ്റെ വാല്യൂ കുറയും. നേരത്തെ പി എച്ചിൻ്റെ വാല്യൂ 7 ആയിരുന്നു, ഇപ്പോൾ 7നേക്കാൾ കുറഞ്ഞു. മനസ്സിലായോ? ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഓൾസോ ഇൻക്രീസസ്. എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ പി എച്ച് വാല്യൂ വിൽ ഡിക്രീസ്. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ പി എച്ചിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അതുകൂടെ എഴുതി വെച്ചോ. ആസ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻക്രീസസ് പി എച്ച് വാല്യൂ ഡിക്രീസസ്. As H plus concentration increases, pH value decreases. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാ? പി എച്ച് വാല്യൂ ലെസ് ദാൻ 7 ആണോ? പി എച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണോ? പി എച്ച് 7 ആണോ? പി എച്ച് 0.1 ആണോ? നമ്മൾ പറഞ്ഞു പി എച്ചിൻ്റെ വാല്യൂ ലെസ് ദാൻ 7 ആണ്, 7നേക്കാൾ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ 7 ആണ്, 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the pH of 1 molar ammonium formate solution if Ka is equal to 1 into 10⁻⁻4, Kb is equal to 1 into 10⁻⁻5? എന്താ ചോദിച്ചേക്കുന്നത്? What will be the pH of 1 molar ammonium formate solution? അമോണിയം ഫോർമേറ്റ് എന്ന് പറയുമ്പോൾ NH4 CH3 COO NH4 ആണ്. അമോണിയം ഫോർമേറ്റ് സൊല്യൂഷനാണ്. ഡിസോസിയേറ്റ് ചെയ്താൽ CH3 COO മൈനസും NH4 ആയിട്ട് മാറും. ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലെയോ സെക്കൻഡ് ഗ്രൂപ്പിലെയോ എലമെൻ്റ് അല്ല. സോ ഇറ്റ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഇത് അസിഡിക് പാർട്ട്, ബേസിക് പാർട്ടാണ്, വീക്ക് ബേസ് ആണ് അല്ലേ? ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. അതുകൊണ്ട് അത് എന്ത് ബേസാ? വീക്ക് ബേസാണ്. നമുക്കിതറിയാം, അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹൈഡ്രോളിസിന് വിധേയമാകും, വീക്ക് ബേസാണ്. ഇത് ഹൈഡ്രോളിസിന് വിധേയമാകും, അതുകൊണ്ട് ഇത് വീക്ക് ആസിഡാണ്. ഓക്കെ, പറഞ്ഞത് തിരിഞ്ഞുപോയി. NH4+ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് അല്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ് ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. പക്ഷേ ഇതെന്ത് ചെയ്യും? ഹൈഡ്രോളിസിന് വിധേയമാകും. ഇത് ബേസിൻ്റെ പാർട്ടാണ്. സോ ഇറ്റ് ഇസ് എ വീക്ക് ബേസ്. ഇവിടെ അസിഡിക് പാർട്ടാണ്, വീക്ക് ആസിഡാണ്. അപ്പോൾ ഒരു വീക്ക് ആസിഡ് വീക്ക് ബേസ് മിക്സ്ചറാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പി എച്ച് കണ്ടുപിടിക്കണം. എന്തായിരുന്നു വീക്ക് ആസിഡ് വീക്ക് ബേസിൻ്റെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പി എച്ച് ഇസ് ഈക്വൽ ടു 7 + 1/2 ഇൻറ്റു PKa മൈനസ് PKb അല്ലായിരുന്നോ? 7 + 1/2 PKa മൈനസ് PKb ആയിരുന്നു പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്കിവിടെ Ka തന്നിട്ടുണ്ട്, Kb തന്നിട്ടുണ്ട്. Ka ഇസ് ഈക്വൽ ടു 1 × 10⁻⁻4. അപ്പോൾ PKa എങ്ങനെയാ? PKa ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Ka, ദാറ്റ് ഈസ് 10⁻⁻4. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 4 log 10 എന്ന് വരത്തില്ലേ? 4 log 10ൻ്റെ വാല്യൂ 4 ആണ്. PKa കിട്ടി. ഇനി അടുത്ത PKb വാല്യൂ എന്താ? PKb ഇസ് ഈക്വൽ ടു 1 × 10⁻⁻5 ആണ്. മൈനസ് ലോഗ് 10⁻⁻5, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. 5 log 10ൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ PKa കിട്ടി, PKb കിട്ടി. Therefore, pH is equal to 7 + 1/2 ഇൻറ്റു PKa 4 ആണ്. 4 - 5 -1 ആണ് അല്ലേ? 4 - 5 എത്ര?
-1. 4 - 5 -1 ആണ്. ദാറ്റ് ഈസ് -1/2. 7 - 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.5 എന്ന് വരും. പി എച്ചിൻ്റെ വാല്യൂ എത്ര വന്നു? 6.5. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? 6.5 ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പേടിച്ചോടുകയൊന്നും ചെയ്യരുത്. ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കാനായിട്ട് ശ്രമിക്കാം. നല്ല പോലെ മനസ്സിരുത്തി വായിച്ചാൽ മാത്രമേ നമുക്കത് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ ഏതാണോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മുടെ പഠിത്തം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അമോണിയം ഫോമേറ്റ് എന്ന അമോണിയം അസറ്റേറ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അമോണിയം അസറ്റേറ്റ് ആയിക്കോട്ടെ ഫോമേറ്റ് ആയിക്കോട്ടെ രണ്ടും വീക്കാണ്. അപ്പോൾ വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 7 + 1/2 pKa - pKb ആണ്. കെയുടെ വാല്യൂ ഉണ്ട്, കെ ബിയുടെ വാല്യൂ ഉണ്ട്. പി കെയുടെയും പി കെ ബിയുടെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടും 6.5 എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സോൾട്ട് വിൽ നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്? താഴെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രോളിസിന് വിധേയമാകാത്തതാര്? KCl. ഹൈഡ്രോളിസിന് വിധേയമാകുമോ? KCl ഫസ്റ്റ്, അതായത് ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് K+ഉം Cl- അക്വസ് മീഡിയത്തിൽ ഇത് എന്താണ്? K+ഉം Cl- K+ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. Cl- നമ്മൾ പറഞ്ഞ ആനയോണുകളിൽ വരുന്നതാണ്. ഇവർ രണ്ടുപേരും ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. ആസ് എ റിസൾട്ട് KCl ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. ദെൻ Na2SO4. Na2SO4 അക്വസ് മീഡിയത്തിൽ Na+ഉം SO4 2- ആണ്. കാറ്റയോൺ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ആനയോൺ നമ്മൾ പറഞ്ഞ സ്പീഷീസിൽ വരുന്നതാണ്. അതും ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. ദെൻ NaCl നമുക്ക് തീർച്ചയായിട്ടും അറിയാം. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണ്. Na+ഉം Cl- ഇവർ രണ്ടുപേരും ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. സോ ഇതിൽ ഹൈഡ്രോളിസിന് വിധേയമാകാത്തത് ഇവർ 3 പേരും ഉണ്ട്. ആൻസർ ഈസ് ഓൾ ആണ്. എല്ലാവരും ആരും റിയാക്ഷനിൽ ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, മാക്സിമം എഫിഷ്യൻസി ഓഫ് കാറ്റയോണിക് ഹൈഡ്രോളിസിസ് വിൽ ബി ഷോൺ ബൈ. കാറ്റയോണിൻ്റെ ഹൈഡ്രോളിസിസ്, അതായത് 4 കാറ്റയോൺ തന്നേക്കുക. Al3+, Ga3+, Tl1+, Tl3+. 4 കാറ്റയോണുകൾ തന്നിരിക്കുക. ഇതിൽ മാക്സിമം എഫിഷ്യൻസി ആരാണ് പെട്ടെന്ന് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഹൈഡ്രോളിസിന് വിധേയമാകുന്നത്? എഴുതി വെച്ചോളുക. ഹൈ ചാർജ് ആൻഡ് സ്മോൾ സൈസ്. ഹൈ ചാർജ് ആൻഡ് സ്മോൾ സൈസ് ഹാസ് സ്മോൾ സൈസ്ഡ് അയോൺ ഹാസ് മാക്സിമം എഫിഷ്യൻസി. നമുക്കിങ്ങനെ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കുറേ കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം ചാർജ് കുറയുകയും ചാർജ് കൂടുകയും സൈസ് കുറയുകയും ചെയ്യുക. അപ്പോൾ ചാർജ് ഏറ്റവും കൂടുതൽ ആർക്ക്? സൈസ് കുറവാർക്ക്. അയാൾക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും. എഫിഷ്യൻസി ഇൻ ഹൈഡ്രോളിസിനുള്ള എഫിഷ്യൻസി കൂടുതലായിരിക്കും. അങ്ങനെ നോക്കിയേ, ചാർജ് ആർക്കാ കൂടുതലെന്ന് നോക്കുക. Al3+, Ga3+, Tl3+. 3 പേർക്കും ഒരേ ചാർജ്. എന്തായാലും ഇതല്ല എന്ന് മനസ്സിലായല്ലോ. Ti+ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവർ 3-ൽ ആരാ? 3 പേരുടെയും സൈസ് ഒരുപോലാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് 3 പേരുടെയും ചാർജ് ഒരുപോലാണെങ്കിൽ പിന്നെ നോക്കേണ്ടത് സൈസ് ആർക്കാ ഏറ്റവും കുറവ്? നോക്കിയേ, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അലുമിനിയവും ഗാലിയവും താലിയവും ഒരേ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഇവരുടെ 3 പേരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. Al3+, Ga3+, Tl3+. നമുക്ക് ആദ്യം ചാർജ് വെച്ച് മാത്രം പറയാൻ പറ്റത്തില്ല. ആദ്യം നോക്കേണ്ടത് ചാർജാ. ചാർജ് ആർക്കാണോ കൂടുതൽ അവർക്ക് എഫിഷ്യൻസി കൂടുതലാണ്. 3 പേരുടെയും ചാർജ് ഒന്നുപോലെ. അപ്പം നോക്കണം ഇതിൽ ആരാ ഏറ്റവും ചെറുത്? ഇവരെല്ലാം ഒരേ ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലേ? ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം കൂടത്തില്ലേ? ഷെല്ലുകളുടെ എണ്ണം കൂടിയാൽ സൈസ് കൂടത്തില്ലേ? ദാറ്റ് മീൻസ് അലുമിനിയത്തേക്കാൾ സൈസ് കൂടുതലാണ് ഗാലിയത്തിന്. ഗാലിയത്തേക്കാൾ ഒരുപാട് സൈസ് കൂടുതലാണ് ആർക്ക്?
താലിയത്തിന്. അങ്ങനെയാണെങ്കിൽ സ്മോൾ സൈസ്ഡ് സ്പീഷീസ് ആരാണ്? അലുമിനിയം ആണ്. അപ്പം ചാർജ് കൂടുതലും സൈസ് ഏറ്റവും കുറവും ആർക്കാണ്? അലുമിനിയത്തിനാണ്. ആസ് എ റിസൾട്ട് എഫിഷ്യൻസി ഓഫ് ഹൈഡ്രോളിസിസ് ആർക്കാ കൂടുതൽ? അലുമിനിയത്തിനാണ് എഫിഷ്യൻസി കൂടുതൽ. സോ അവർ ആൻസർ ഈസ് Al3+. Al3+ ആണ് കറക്റ്റ് ആൻസർ. അത് എഴുതി വെച്ചോണേ. ഹൈ ചാർജ് ആൻഡ് സ്മോൾ സൈസ്ഡ് അയോൺ ഹാസ് മാക്സിമം എഫിഷ്യൻസി ഇൻ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസിൽ മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഹൈ ചാർജും സ്മോൾ സൈസും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HCOO- plus H2O reversibly gives HCOOH plus OH- is related. അതായത് ഒരു വീക്ക് ബേസിൻ്റെ ഹൈഡ്രോളിസിസ് ആ തന്നേക്കുന്നത്. അതിൻ്റെ റിലേഷൻ എങ്ങനെയാണെന്നാ ആ റിലേഷൻ ഓപ്ഷനിലോട്ടൊന്ന് നോക്കണം എന്തോ ഈ പറഞ്ഞേക്കുന്നതെന്നുള്ളത്. ഓക്കെ, H ആണ്. ഇതാ നോക്കിയേ മക്കളെ, HCOO- ഹൈഡ്രോളിസിന് വിധേയമായി HCOOH-ഉം OH- ആയിട്ട് മാറുന്നു. ഇതാ നോക്കിയേ, ഇവിടുത്തെ കോൺസെൻട്രേഷൻ H ആണ്. ഇവിടുത്തെ കോൺസെൻട്രേഷൻ എങ്ങനെയാ? H- ആണ്. ഇവിടുത്തെ ഇവിടെ H- ആണ്, ഇവിടെ CH ആണ് അല്ലേ, ഇവിടെയും CH ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ ഇവിടുത്തെ Hൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. നമുക്കറിയാം വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും കേസിൽ H നമുക്കറിയാം √KH/C ആണ് അല്ലേ. √KH/C ആണ്. നമുക്ക് എവിടെയാ വീക്ക് ആസിഡ് വീക്ക് ബേസിൽ മാത്രമേ ഉള്ളൂ H എന്ന് പറയുന്നത്. √KH ആയത് സിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസോ വീക്ക് ബേസ് സ്ട്രോങ് ആസിഡോ എടുത്താൽ H എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് H എന്ന് പറയുന്നത് √KH/C ആണ്. സോ √KH, √KH/C, √KH/V, √KHC. ആൻസർ ഈസ് √KH/C ആണ്. ഇവിടെ √KH/C എന്നാ കേട്ടോ, റൂട്ടാണിത് കേട്ടോ. ഇവിടെയും റൂട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pH of aqueous solution of sodium acetate is sodium acetate CH3COO Na ആണ്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ CH3COO- പ്ലസ് Na+ ആണ്. Na+ ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. ഹൈഡ്രോളിസിന് വിധേയമാകുന്നത് നമ്മുടെ CH3COO- ആണ്. വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആസ് എ റിസൾട്ട് CH3COOH-ഉം OH- ആയിട്ട് മാറുന്നു. നമ്മുടെ ഈ ഒരു സംഭവത്തിനെ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ OH- ലിബറേറ്റ് ചെയ്തു. ആസ് എ റിസൾട്ട് നമ്മുടെ സോൾട്ട് ബേസിക് സോൾട്ടാണ്. നമുക്കറിയാം ബേസിക് സോൾട്ട് ആണെങ്കിൽ pHൻ്റെ വാല്യൂ >7 ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ 7 ആണ്. വെരി ലോ ആണ്, >7 ആണ്, <7 ആണ്. നമുക്കറിയാം സോഡിയം അസറ്റേറ്റ് അല്ലേ, സോഡിയം അസറ്റേറ്റിനെ അയോണൈസ് ചെയ്തപ്പോൾ സോഡിയം അസറ്റേറ്റ് അക്വസ് മീഡിയത്തിൽ അസറ്റേറ്റ് അയോണും Na+ അയോണുമായിട്ട് മാറി. Na+ അയോൺ ഹൈഡ്രോളൈസിസ് വിധേയമാകത്തില്ല. അതേസമയത്ത് അസറ്റേറ്റ് അയോൺ ഹൈഡ്രോളൈസ് ചെയ്യും. ആസ് എ റിസൾട്ട് CH3COOH-ഉം OH- ആയിട്ട് മാറും. ഇതിൻ്റെ ഹൈഡ്രോളിസിസിൻ്റെ ഫലമായിട്ട് അവിടെ OH- പ്രൊഡ്യൂസ് ചെയ്തു. വീക്ക് ആസിഡിൻ്റെ ഹൈഡ്രോളിസിസിൻ്റെ ഫലമായിട്ട് എന്താണ് കിട്ടുന്നത്? OH- അയോണാണ് ഉണ്ടാകുന്നത്. OH- അയോണിനെ ലിബറേറ്റ് ചെയ്താൽ അത് ബേസിക് സോൾട്ടാണ്. സോൾട്ട് ബേസിക് ആണെങ്കിൽ pHൻ്റെ വാല്യൂ >7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്, >7 ആണ്. ഓപ്ഷൻ 3 >7 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് Kb for Cn- at 25 degrees Celsius is 4.7, the pH of 0.5 molar aqueous NaCN solution is. NaCN സൊല്യൂഷനിലെ pH കണ്ടുപിടിക്കണം. ഇതാ നോക്കിയ മക്കളെ, ആദ്യം സോഡിയം സയനൈഡിൻ്റെ ഹൈഡ്രോളിസിസ് അങ്ങ് എഴുതാം. അക്വസ് മീഡിയത്തിലുള്ള റിയാക്ഷൻ Na+ പ്ലസ് Cn- ആണ് അല്ലേ, ബേസ് ആണ്.
അപ്പോൾ ഇതിൻ്റെ PKB വാല്യൂ ആണ് തന്നേക്കുന്നത്. PKB ഈസ് ഈക്വൽ ടു എത്രയാ? 4.7 ആണ്. ഓക്കെ, ദെൻ PKB വാല്യൂ തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? KB വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? KB വാല്യൂ കണ്ടുപിടിക്കണം. നോക്കിയേ, ഇവിടെ നിന്നും ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് PKBക്ക് ഒരു ഇക്വേഷൻ എഴുതിയേ. PKB ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cn മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NaCN അല്ലേ? നമുക്ക് NaCN സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടല്ലോ. കോൺസെൻട്രേഷൻ ഓഫ് NaCN ഈസ് ഈക്വൽ ടു 0.5 മോളാർ. അങ്ങനെയാണെങ്കിൽ PKBയുടെ വാല്യൂ നമുക്ക് 4.7 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നിന്നും ഇതിങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല, PKBയുടെ വാല്യൂ അല്ല, KB അല്ലേ? KBയുടെ വാല്യൂ അല്ലേ തന്നേക്കുന്നത്? ഇത് ഇക്വേഷൻ KB അല്ലേ? അപ്പോൾ ഇത് KB ആണ്. KB ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NaCN ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cn മൈനസ് ആണ്. ഓക്കെ, PKB വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. KB വാല്യൂ കണ്ടുപിടിക്കണം. KB ഈസ് ഈക്വൽ ടു PKB 10⁻⁻⁻⁷ അല്ലേ? KB മൈനസ് ലോഗ് KB ആണ് PKB. PKB ഈസ് 4.7 ആണെങ്കിൽ KBയുടെ വാല്യൂ എത്രയാ? 10⁻⁻⁴.7 ആണ്. 10⁻⁻⁴.7ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.99 ഇൻറ്റു 10⁻⁻5 ആണ്. ഓക്കെ, 1.99 ഇൻറ്റു 10⁻⁻5. അങ്ങനെയാണെങ്കിൽ KBയുടെ വാല്യൂ നമുക്ക് കിട്ടി 1.99 ഇൻറ്റു 10⁻⁻5. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NaCN എത്രയാ? 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cn മൈനസ്. നോക്കിയാൽ മക്കളെ, NaCN 1 മോളാർ എടുത്താൽ 1 മോൾ Na പ്ലസും 1 മോൾ Cn മൈനസും അല്ലേ കിട്ടുന്നത്? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Cn മൈനസ് അല്ലേ? അപ്പോൾ ഈ Na പ്ലസിനും കൂടെ Cn മൈനസ് എന്ന് കൊടുത്താൽ ഇത് Cn മൈനസിൻ്റെ സ്ക്വയർ എന്ന് വരത്തില്ലേ? Na പ്ലസിൻ്റെയും Cn മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് Cn സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 1.199 ഇൻറ്റു 5, 9×5 45, 4 9×5 45 4 49, 1 5 5 4 9. അപ്പം 9 2 3 സ്ഥാനം മാറ്റി 0.995 ഇൻറ്റു 10⁻⁻5 ഈസ് ഈക്വൽ ടു Cnൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് Cn ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.995 ഇൻറ്റു 10⁻⁻5 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9.95 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3.15 ഇൻറ്റു 10⁻⁻3 എന്ന് വരും. 3.15 ഇൻറ്റു 10⁻⁻3 ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് Cn എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? pHൻ്റെ വാല്യൂ. അതാ നോക്കിയേ, Cn മൈനസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് എന്തായിട്ട് മാറും? HCnഉം OH മൈനസും ആയിട്ട് മാറും. ഇവിടുത്തെ Cnൻ്റെ കോൺസെൻട്രേഷൻ അത് തന്നെയല്ലേ? അല്ലെങ്കിൽ ഇതാ നോക്കിയേ, H2O ഡിസോസിയേറ്റ് ചെയ്ത് H പ്ലസും OH മൈനസും ആയിട്ട് മാറും അല്ലേ? ഇവിടെ Cn മൈനസിൻ്റെ അതേ കോൺസെൻട്രേഷനാണ് ആർക്ക്? OH മൈനസിന്. ദാറ്റ് ഈസ് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ അപ്പോൾ എത്രയാണ്? 3.15 ഇൻറ്റു 10⁻⁻3 ആണ്. നമുക്ക് POH കണ്ടുപിടിക്കാം. POH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 3.15 ഇൻറ്റു 10⁻⁻3 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലോഗ് 3.15 മൈനസ് 3 ലോഗ് 10. 3 ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ്, 3 ആണ്. ദാറ്റ് ഈസ് മൈനസ് ലോഗ് 3.15 മൈനസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ഇത്രയും കൂടെ ചെയ്ത് വരുമ്പോഴേക്കും POHൻ്റെ വാല്യൂ എന്തെന്നാണ് വരുന്നത്? 2.5 എന്ന് വരും. 2.5 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ലോഗ് 3. ഓക്കെ,
നമുക്കറിയാം PKW is equal to PH പ്ലസ് POH ആണ്. PKW എന്ന് പറയുന്നത് 14 ആണ്. 14 is equal to PHA പ്ലസ് POH. PH is equal to 14 മൈനസ് POH. POH എന്ന് പറയുമ്പോൾ 2.5 ആണ്. 14 2.5 പോയി കഴിഞ്ഞാൽ 11.5, 11.5, 12, 2, 14. അപ്പോൾ PHൻ്റെ വാല്യൂ എത്ര എന്ന് വന്നു? 11.5 എന്ന് വന്നു. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ആ ഉണ്ട്. ഓപ്ഷൻ 3 ആണ്, 11.5 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹയസ്റ്റ് PH വാല്യൂ ഈസ് ഓഫ്. PH വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കാണ്? PH വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കാണ്? 0.1 മോളാർ NaCl. NaCl നമുക്കറിയാം മക്കളെ ന്യൂട്രൽ ആണ്, 7 ആണ്. അപ്പോൾ ഇതിൻ്റെ PH വാല്യൂ 7 ആണ്. 0.1 മോളാർ NH4Cl. സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ് ആണ്, അസിഡിക് നേച്ചറാണ്. PH എന്ന് പറയുന്നത് <7 ആണ്. 0.1 മോളാർ CH3COONA. സ്ട്രോങ് ആസിഡ്, വീക്ക് ബേസ് ആണ്, ബേസിക് നേച്ചറാണ്, <7 ആണ്. 0.1 മോളാർ CH3COONH4 പ്ലസ് വീക്ക് ആസിഡ്, വീക്ക് ബേസ് ആണ്. ഇത് <7 ആണോ <7 ആണോ എന്നൊക്കെ ഉള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അവരുടെ PKA വാല്യൂ, PKB വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ എന്തായാലും 7നോട് അടുത്തുള്ളതായിരിക്കും. അപ്പം ഹയസ്റ്റ് വാല്യൂ 7നേക്കാൾ ഒരുപാട് കൂടി നിൽക്കാൻ സാധ്യത ഇവിടെയല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടും വീക്കാണ്. അപ്പോൾ അതിൻ്റെ PKA വാല്യൂ, PKB വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ്ങസ്റ്റ്, കൂടുതൽ ഹയസ്റ്റ് PH വാല്യൂ വരുന്നത് ആർക്കാണ്? 0.1 മോളാർ CH3COONA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PH ഓഫ് K2S സൊല്യൂഷൻ, പൊട്ടാസ്യം സൾഫൈഡ് K2Sൻ്റെ PH എത്രയായിരിക്കും? K2S എന്ന് പറയുമ്പോൾ 2K പ്ലസും S- ആയിട്ടാണ് മാറുന്നത്. സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ് ആണെങ്കിൽ ബേസിക് നേച്ചറാണ്. ബേസിക് നേച്ചർ ആണെങ്കിൽ PHൻ്റെ വാല്യൂ 7നേക്കാൾ കൂടുതലാണ്. 7 ആണ്, <7 ആണ്, <7 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ആൻസർ? <7 ആയിരിക്കും അല്ലേ? <7 ആണ്. ഓക്കെ. നെക്സ്റ്റ്, ദ ആനയോണിക് ഹൈഡ്രോളിസിസ് PH ഈസ് ഗിവൺ ബൈ. ആനയോണിക് ഹൈഡ്രോളിസിസിൽ PHൻ്റെ ഇക്വേഷൻ എന്താണ്? ആനയോണിക് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ എന്താ? വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ് അല്ലേ? ആനയോണിനല്ലേ ഹൈഡ്രോളിസിസ് നടക്കുന്നത്? അപ്പോൾ വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസിൻ്റെ കേസിൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 7 + 1/2 ഇൻറ്റു ലോഗ് KW അല്ലേ? അങ്ങനെയല്ലേ ഇക്വേഷൻ പഠിച്ചത്? ലോഗ് C + PKW. ലോഗ് C + PKW ആണ്. അപ്പോൾ ആൻസർ ഇതിലേതാ? അങ്ങനെ 1/2 PKW + 1/2 PKA + 1/2 ലോഗ് C അല്ലേ? എല്ലാം പ്ലസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഹാഫ് PK എവിടെയും മൈനസ് വരുന്നില്ലായിരുന്നു, എല്ലാം പ്ലസ് ആയിരുന്നു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വീക്ക് ആസിഡ് റിയാക്ട് വിത്ത് സ്ട്രോങ് ബേസ്. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ഈസ് 10⁻⁻⁴. അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ Kയുടെ വാല്യൂ ആണ് 10⁻⁴. ഫൈൻഡ് ഔട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് റിയാക്ഷൻ. വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. Kc = ഇതാ നമുക്ക് നോക്കാം. വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ് അല്ലേ? ഉദാഹരണത്തിന് വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ് CH3COONA തന്നെ എടുക്കുകയാണ്. ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ? CH3COO- Na+ഉം ആയിട്ട് മാറുന്നു. ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ CH3COOH ഡിസോസിയേറ്റ് ചെയ്ത് CH3COO- H+ ആയിട്ട് മാറുന്നു. ഇതല്ലേ ആസിഡ് ഡിസോസിയേഷൻ? അതെ. CH3COH വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc = കോൺസെൻട്രേഷൻ ഓഫ് CH3COO- ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CH3COOH ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ. ഇത് അയണൈസേഷൻ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Kaയുടെ വാല്യൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ Kc = കോൺസെൻട്രേഷൻ ഓഫ് CH3COO-
ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CH3COO എന്നെയാണ്. CH3COO അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc is equal to KW ഡിവൈഡഡ് ബൈ KA ആണ്. KW ഡിവൈഡഡ് ബൈ KA ആണ്. ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc is equal to KW ബൈ KA ആണ്. KWൻ്റെ വാല്യൂ എത്രയാണ്? 10⁻⁻14 ആണ്. KAയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 10⁻⁻4 ആണ്. 10⁻⁻4 മുകളിൽ പോകുമ്പോൾ 10⁻+4 ആകും. ആസ് എ റിസൾട്ട് ആൻസർ 10⁻⁻10 എന്ന് വരും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 1 ആണ്. 10⁻⁻1 ആണ്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K is equal to KW ബൈ KA ആണ്. ആസ് എ റിസൾട്ട് KW 10⁻⁻14 ആണ്. KAയുടെ വാല്യൂ 10⁻⁻4 ആണ്. വി ഗെറ്റ് 10⁻⁻10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hydroxyl ion concentration, that is OH minus in the case of sodium acetate, can be expressed as hydroxyl ion concentration. Sodium acetate in the case, sodium acetate എന്ന് പറയുമ്പോൾ CH3COO ആണ്. ഇത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് CH3COO മൈനസും Na+ഉമായിട്ട് മാറും. അടുത്ത CH3COO മൈനസ് ഹൈഡ്രോളിസിന് വിധേയമാകുമ്പോൾ CH3COOHും OH മൈനസുമായിട്ട് മാറുന്നു. ഇവിടെ ഹൈഡ്രോക്സിൽ അയോൺ കോൺസെൻട്രേഷൻ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ CH അല്ലേ മക്കളെ? നമ്മൾ പഠിച്ചതല്ലേ? CH ആണ് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. where Ka is dissociation constant and C is the concentration of sodium acetate. അപ്പോൾ എന്താ കണ്ടുപിടിക്കണ്ടേ? കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു CH ആണ്. നമുക്കറിയാം H is equal to root of KH by C ആണ്. KH എന്ന് പറയുന്നത് KW by KA ആണ്. റൂട്ട് ഓഫ് KW by KA ഇൻറ്റു C ആണ് H. അങ്ങനെയാണെങ്കിൽ C ഇൻറ്റു KW ബൈ KA ആണ്. അല്ല, തിരിച്ചാണല്ലോ, KA ഡിവൈഡഡ് ബൈ KW അല്ലേ? അല്ല, KW ബൈ KA. KW ബൈ KA റൂട്ടാണ് ദ ഹോൾ റൈസ് ടു 1/2. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് C KW ബൈ KA ദ ഹോൾ റൈസ് ടു 1/2. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? C KW ഇൻറ്റു KA ആണ്. C KW ഇൻറ്റു റൂട്ട് KA ആണ്. C KW ബൈ KA ദ ഹോൾ റൈസ് ടു 1/2. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ FeCl3 in water basic, NH4Cl in water acidic, ammonium acetate in water acidic, Na2CO3 in water basic. Which is or are not correctly matched? കറക്റ്റ് അല്ലാതെ തന്നിരിക്കുന്നത് ഏതാണ്? ഇതാ നോക്കിയേ, FeCl3 in water. FeCl3 വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്ത് FeOH ത്രൈസും Cl മൈനസുമായിട്ട് മാറുന്നു. അല്ല, വാട്ടറിലല്ലേ? Fe3+ഉം 3Cl മൈനസുമായിട്ട് മാറുന്നു. Fe3+ ഹൈഡ്രോളിസിന് വിധേയമാകും. ആനയോൺ ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. കാറ്റയോൺ ഹൈഡ്രോളിസിന് വിധേയമായാൽ H+നെ ലിബറേറ്റ് ചെയ്യും. സോ അസിഡിക് ആണ്. അപ്പോൾ ഇത് റോങ് ആയിട്ടുള്ളതല്ലേ? അത് റോങ് ആണ്. അപ്പോൾ FeCl3 in water എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പോൾ റോങ് ആയിട്ടുള്ളത് ഏതാണെന്ന്? ഓപ്ഷൻ ബി ആൻഡ് ഡി, ഓപ്ഷൻ ബി ഓൺലി, എ ആൻഡ് സി, ഡി ഓൺലി. അതായത് എ മാത്രമായിട്ടുള്ളത് പറഞ്ഞിട്ടില്ല ഓപ്ഷനിൽ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും എ ഒന്നും വേണ്ടായിരുന്നെങ്കിൽ അതങ്ങ് കറപ്പിച്ച് വെച്ചേനെ. അപ്പോൾ എ മാത്രമായിട്ടുള്ളത് പറഞ്ഞിട്ടില്ല. ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് റോങ് ആണ്. NH4Cl in water is acidic. NH4Cl വാട്ടറിലിടുമ്പോൾ എന്തായിട്ട് മാറും? NH4+ഉം Cl മൈനസുമായിട്ട് മാറും. Cl മൈനസ് ഹൈഡ്രോളിസിന് വിധേയമാകത്തില്ല. NH4+ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ NH4OHും H+ഉം ആണ്. അപ്പോൾ H+നെ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് അസിഡിക്കാണേ. അപ്പോൾ NH4Cl in water എന്ന് പറയുന്നത് അസിഡിക്കാണ്. അത് കറക്റ്റാണ്. ദെൻ അമോണിയം അസറ്റേറ്റ് ഇൻ വാട്ടർ. അമോണിയം അസറ്റേറ്റ് CH3COO NH4 ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ്.
CH3COO മൈനസും NH4 പ്ലസ്സും ആണ്. ഇത് ഹൈഡ്രോളൈസ് ചെയ്യും, ഇതും ഹൈഡ്രോളൈസ് ചെയ്യും. നമുക്ക് രണ്ടുപേരും വീക്കാണ്, രണ്ടുപേരും ഹൈഡ്രോളൈസ് ചെയ്യും. അപ്പോൾ അസിഡിക് എന്നോ ബേസിക് എന്നോ പറയാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു അസിഡിക് ആണെന്ന് ഉറപ്പുമല്ലോ ഉണ്ടോ? സോഡിയം അസറ്റേറ്റ് എന്നല്ലല്ലോ പറഞ്ഞാൽ, അമോണിയ അസറ്റേറ്റ് എന്നല്ലേ. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. Na2CO3 ബേസിക് ആണ്. Na2CO3 എന്ന് പറയുമ്പോൾ 2Na പ്ലസും CO3 2- ആയിട്ട് മാറുന്നു. ഇത് ഹൈഡ്രോളൈസ് ചെയ്യത്തില്ല, ആനയോൺ ഹൈഡ്രോളൈസ് ചെയ്യും. ആനയോൺ ഹൈഡ്രോളൈസ് ചെയ്താൽ നെഗറ്റീവ് ചാർജ് OH- ലിബറേറ്റ് ചെയ്യും. OH- ലിബറേറ്റ് ചെയ്താൽ അത് ബേസിക് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്, ബേസിക് ആണ്. അപ്പോൾ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് അല്ല എന്ന് ഉറപ്പാണ്. എ മാത്രമായിട്ടൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഉറപ്പിക്കുകയാണ് സിയും റോങ് ആണ്, സിയും റോങ് ആണ്. അപ്പോൾ എയും സിയും റോങ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. എയും സിയും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോൾട്ട്സ് അണ്ടർഗോ ഹൈഡ്രോളിസിസ് ഇൻ വാട്ടർ? ഇതിൽ ഏത് സോൾട്ടാണ് വാട്ടറിൽ ഹൈഡ്രോളിസിസിന് വിധേയമാകുന്നത്? Na3PO4. Na3PO4 Na3 ഹൈഡ്രോളിസിസിന് വിധേയമാകത്തില്ല, പക്ഷേ PO4 ഹൈഡ്രോളിസിസിന് വിധേയമാകും. കാരണം നമ്മൾ പറയുന്ന നെഗറ്റീവ് സ്പീഷീസിലൊന്നും ഇതില്ല. അപ്പോൾ ആദ്യത്തെ വിധേയമാകും. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോൾട്ട്സ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്? അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. കറപ്പിക്കല്ലേ, ഏതാ അവസാനം ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ബോത്ത് 1 and 2 എന്ന്. അടുത്ത CH3COO-, ഒരെണ്ണം സ്ട്രോങ്ങും ഒരെണ്ണം വീക്കും. വീക്ക് ഉണ്ടെങ്കിൽ ഹൈഡ്രോളൈസ് ചെയ്യും. അപ്പോൾ ഇത് ഹൈഡ്രോളിസിസിന് വിധേയമാകും. അടുത്തത് NaNO3 ആണ്. NaNO3 എന്ന് പറയുന്നത് Na പ്ലസും NO3- ആണ്. ഇത് സ്ട്രോങ് ആണ്, ഇതും സ്ട്രോങ് ആണ്, ഹൈഡ്രോളൈസ് ചെയ്യത്തില്ല. അപ്പോൾ 1ഉം 2ഉം എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്യും. സോ ആൻസർ ബോത്ത് 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ്, എ സോൾട്ട് X ഈസ് ഡിസോൾഡ് ഇൻ വാട്ടർ ഓഫ് pH 7. ഒരു സോൾട്ട് X ആണ്, അതിൻ്റെ pH 7 ആണ്. ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ബിക്കം ആൽക്കലൈൻ ഇൻ നേച്ചർ. റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ സ്വഭാവം ബേസിക് ആണ്. ദ സോൾട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ബേസിക് നേച്ചർ ഉണ്ടാവണമെങ്കിൽ ആ ഉണ്ടായ സോൾട്ട്, അതായത് ആ സോൾട്ട് X ഈസ് ഡിസോൾഡ് ഇൻ വാട്ടർ ഓഫ് pH 7 ആണ്. ന്യൂട്രൽ സോൾട്ടാണ്, pH ആണ് സോൾട്ട്. pH 7 ആണ്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത സമയത്ത് അത് ആൽക്കലൈൻ നേച്ചറായിട്ട് മാറി. വെള്ളമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഹൈഡ്രോളൈസ് ചെയ്തപ്പോൾ ആൽക്കലൈൻ നേച്ചറായിട്ട് മാറി. ആർക്ക് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാ, ആര് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാ ബേസിക് നേച്ചർ കിട്ടുന്നത്? ആര് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് OH ലിബറേറ്റ് ചെയ്യുന്നത്? ആനയോൺ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് OH ലിബറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആകുമ്പോഴല്ലേ CH3COO-Na. Na പ്ലസ് ഹൈഡ്രോളൈസ് ചെയ്യത്തില്ല. ആര് ഹൈഡ്രോളൈസ് ചെയ്യും? CH3COO- വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വാട്ടറിലുള്ള H+ ഇത് പിടിച്ചെടുക്കും. അപ്പോൾ CH3COOH ആയിട്ട് മാറി. ഇവിടെ എന്താകും? OH- ആയിട്ട് മാറും. അപ്പോൾ ഈ OH- പ്രസൻസിലല്ലേ ആൽക്കലൈനായിട്ട് മാറിയേ. ദാറ്റ് മീൻസ് ഈ സോൾട്ടിൽ ഒരാൾ സ്ട്രോങ് ബേസും അടുത്ത ആൾ വീക്ക് ആസിഡുമാണ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് വീക്ക് ബേസ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. നമുക്കിവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസുമാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചതിൽ കുറച്ച് ഏരിയ കവർ ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്ന് തന്നെ നമ്മൾ 20 ക്വസ്റ്റ്യനോളം ചെയ്ത് കഴിഞ്ഞു. നേരത്തെ നമ്മൾ സോല്യൂബിലിറ്റി പ്രോഡക്റ്റിൽ നിന്ന് ഒരു 6-7 ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ഒരു ക്ലാസ്സോടുകൂടി, നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ അയോണിക് ഇക്വിലിബ്രിയം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും കൊണ്ട് നിർത്തുകയാണ്. ഓക്കെ.